പ്രധാനപ്പെട്ട നമുക്ക് വേണ്ട ഒരു വസ്തുവാണ് എന്തെന്ന് പറയുന്നത് ഊർജം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ മാത്രം ഡെവലപ്മെന്റ് മാത്രം നമുക്ക് നോക്കുകയാണെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് ഏറ്റവും ആവശ്യമായ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത് ഊർജം എന്ന് പറയുന്നത്. ഊർജം. ഓക്കെ. എടാ, ഊർജ്ജത്തെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ആദ്യം പറയുന്ന ഈ കുറച്ച് ഇൻട്രൊഡക്ഷനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പല രീതിയിൽ നമുക്ക് ഊർജ്ജത്തെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഒന്ന് നമുക്ക് പ്രാഥമികവും ദ്വിതീയം, പ്രൈമറി സെക്കൻഡറി എന്ന് പറഞ്ഞ ഒരു രീതിയിൽ നമുക്ക് ഊർജ്ജത്തെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മറ്റൊന്ന് റിന്യൂവബിൾ എനർജി റിസോഴ്സസ് എന്നും നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് എന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് പുനഃസ്ഥാപിക്കാവുന്നവയും പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്തതും. അത് കഴിഞ്ഞ് നമുക്ക് കൺവെൻഷണൽ എന്നും നോൺ കൺവെൻഷണൽ എന്നും പറഞ്ഞ് മറ്റൊരു ക്ലാസിഫിക്കേഷൻ കൂടെ ചെയ്യാം. പാരമ്പര്യ ഊർജ്ജ സ്രോതസ് എന്നും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്നും പാരമ്പര്യ ഊർജ്ജ സ്രോതസ് എന്നും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്നും ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതാണ് ഏതിന്റെ നമ്മുടെ എനർജി റിസോഴ്സസിന്റെയൊക്കെ പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഓക്കെ. കുറിച്ച് ഊർജ്ജ മേഖലയോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ള. അതിലാദ്യം നമുക്ക് റിന്യൂവബിളും നോൺ റിന്യൂവബിളും എന്നൊരു ക്ലാസിഫിക്കേഷൻ എടുക്കുകയാണ്. അതായത് പുനഃസ്ഥാപിക്കാവുന്നവയും പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്തതും എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് എന്ന് പറയുമ്പോൾ എന്തോന്നാണ്, എന്താണ് റിന്യൂവബിൾ എനർജി റിസോഴ്സസ്? നിങ്ങളൊന്ന് പറഞ്ഞേ, ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ എന്താ റിന്യൂവബിൾ? സിമ്പിൾ ആയിട്ട് നമ്മളെ വേർഡ്സ് പറഞ്ഞാൽ മതി. ആ വേർഡിൽ തന്നെയുണ്ട് പുനഃസ്ഥാപിക്കാനാവുന്നവ. അത് വീണ്ടും വീണ്ടും നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാം. അതെ, നന്ദു പറഞ്ഞതും റിൻഷിയും സീമയും എല്ലാവരും പറഞ്ഞ ശരി തന്നെയാണ്. അതായത് ഉപയോഗത്തിലൂടെ നമുക്ക് കുറഞ്ഞാലും അല്ലെങ്കിൽ ഉപയോഗത്തിലൂടെ കുറഞ്ഞാലും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മുടെ പ്രകൃതി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നവയാണ് എന്തെന്ന് പറയുന്നത്, പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. അതായത് സൂര്യപ്രകാശമായാലും ജലശക്തി ആയാലും ബയോഗ്യാസ് ആയാലും ജൈവ എനർജി ആയാലും ഇതെല്ലാം എന്താണ് വീണ്ടും വീണ്ടും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എനർജി റിസോഴ്സസ് ആണ്. എന്നാൽ നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് പുനഃസ്ഥാപിക്കുവാൻ സാധ്യമല്ലാത്തവ. ഓക്കെ. പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കൽ യൂട്ടിലൈസ് ചെയ്ത സാധനം വീണ്ടും ഒരിക്കലും പ്രകൃതി ഉണ്ടാക്കുന്നില്ല. പ്രകൃതിയിൽ നിന്ന് ഉള്ളത് നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടും വീണ്ടും ഉണ്ടാകുമെന്ന് നമുക്ക് ഒരിക്കലും പറയാനും പറ്റത്തില്ല. അതാണ് പുനഃസ്ഥാപിക്കുവാൻ സാധ്യമല്ലാത്ത എനർജി റിസോഴ്സസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ കൽക്കരിയും പെട്രോളിയവും പ്രകൃതിവാതകവും ഒക്കെ. ഓക്കെ, അത് നമുക്ക് മാറ്റി നിർത്താം. അത് അവിടെ തീർന്നു. നമുക്ക് പിന്നെ അതിനകത്ത് രണ്ട് കേസ് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് ബ്രൗൺ എനർജി എന്ന് പറയുന്നത്. അതായത് പുനഃസ്ഥാപിക്കുവാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സിൽ നിന്നുള്ള ഊർജ്ജത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രൗൺ എനർജി എന്ന് പറയുന്നത്. പുനഃസ്ഥാപിക്കുവാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സിൽ നിന്നുള്ള ഊർജ്ജത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രൗൺ എനർജി. പഴയ ഒരു PSC ചോദ്യമാണ് ബ്രൗൺ എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് ഞാൻ എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം എല്ലാവരുടെയും മനസ്സുകളിലൂടെ അതല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ലോകം തന്നെ എപ്പോഴും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി ഗ്രീൻ എനർജിയാണ്. ഇലക്ട്രിക്കൽ എനർജിയും അതായത് ഇന്ധനങ്ങളിൽ നിന്ന് മാറിയിട്ട് ഗ്രീൻ എനർജി പോലുള്ള സോഴ്സസിലോട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇനി അധികം വിദൂരമൊന്നുമല്ല, അതെല്ലാം ഒരു കോമൺ ആകുന്ന കാലമാണ് ഇനി വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ റിന്യൂവബിൾ എനർജി റിസോഴ്സ് അതായത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജ്ജത്തെ നമ്മൾ വിളിക്കുന്ന പേര് ഹരിതോർജ്ജം അല്ലെങ്കിൽ ഗ്രീൻ എനർജി എന്നാണ്. റിന്യൂവബിൾ അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുവാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജത്തെ നമ്മൾ വിളിക്കുന്ന പേര് ഹരിതോർജ്ജമാണ്. എന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജ്ജത്തെ വിളിക്കുന്ന പേരാണ് ബ്രൗൺ എനർജി എന്ന് പറയും. ബ്രൗൺ എനർജി. ഓക്കെ. അപ്പൊ നമ്മൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ അവിടെ നിർത്തുകയാണ്. അത്രയേ ഉള്ളൂ അതിനകത്ത് പഠിക്കാൻ. ജസ്റ്റ് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയിരുന്നാൽ മതി. റിന്യൂവബിൾ എന്ന് വെച്ചാൽ പുനഃസ്ഥാപിക്കാവുന്നവയും നോൺ റിന്യൂവബിൾ എന്ന് പറയുമ്പോൾ പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്തതും. ഉപയോഗിച്ച് തീർന്നാൽ അത് തീർന്നു എന്നുള്ളത് തന്നെയാണ്. എന്നാൽ റിന്യൂവബിൾ എനർജി റിസോഴ്സസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഊർജ്ജത്തെ അതുവഴി നമ്മൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജ്ജത്തെ നമ്മൾ ഗ്രീൻ എനർജി എന്നും, എന്നാൽ പുനഃസ്ഥാപിക്കുവാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജ്ജത്തെ നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസിൽ നിന്നുള്ള ഊർജ്ജത്തെ നമ്മൾ വിളിക്കുന്ന പേര് ബ്രൗൺ എനർജി എന്നും ഞാൻ പറഞ്ഞു. ഓക്കെ. അവിടെ ആ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ നിർത്തി. അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് കൺവെൻഷണലും നോൺ കൺവെൻഷണലും. കൺവെൻഷണൽ എന്ന് വെച്ചാൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെയാണ് നമ്മൾ കൺവെൻഷണൽ എന്ന് പറയുന്നത്. ഇവിടെ വേറൊന്നുമല്ല, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സ്വത്ത് കൈമാറ്റം ചെയ്യുന്നത് എങ്ങനെയാണ്, പാരമ്പര്യമായിട്ട് ആ സ്വത്തിനെ കൈമാറ്റം ചെയ്താണ് വരുന്നത്. എന്നാൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് ഉണ്ട്, അതായത് നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ് ഉണ്ട്. ഇതാണ് കൺവെൻഷണലും നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ് എന്ന് പറയുമ്പോഴേക്കും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് വരുന്നതാണ് നമ്മുടെ വിൻഡ് എനർജിയും സോളാർ എനർജിയും
ടൈഡൽ എനർജിയും ജിയോ തെർമൽ എനർജിയും ബയോമാസ് എനർജി ഇവയൊക്കെ. എന്നാൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ് നമ്മുടെ കൽക്കരി, പെട്രോളിയം, ജല വൈദ്യുതി ഇവയൊക്കെ എന്ന് പറയുന്നത് ഓരോ കൺവെൻഷണൽ എനർജി റിസോഴ്സസ് ആണ്. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് ഈ എനർജിയെ മറ്റൊരു രീതിയിൽ കൂടെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പ്രൈമറി എന്നും സെക്കൻഡറി എന്നും, പ്രാഥമികവും ദ്വിതീയവും എന്നും മറ്റൊരു രീതിയിൽ കൂടെ നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പ്രാഥമികവും ദ്വിതീയവും എന്ന് പറയുമ്പോൾ ഈ പ്രാഥമികവും ദ്വിതീയവും എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വേറെ ഒന്നുമല്ല. അതായത് പ്രാഥമിക എനർജി റിസോഴ്സസ് എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് ഒന്നി നമ്മുടെ നേച്ചറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന രൂപത്തിലുള്ള എനർജിയാണ് നമ്മൾ പ്രൈമറി എനർജി റിസോഴ്സസ് എന്ന് പറയുന്നത്. അതായത് കൽക്കരി അല്ലെങ്കിൽ ഓയില്, ബയോമാസ് ഇവയൊക്കെ എന്താണ്, അത് അതുപോലെ നമ്മുടെ ഭൂമിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈമറി എന്ന് നമ്മൾ പറയുന്നത് അതിനെയാണ്. ഓക്കെ, പ്രൈമറി എനർജി എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെയുള്ള ഊർജ്ജത്തെയാണ് നമ്മൾ പ്രൈമറി എനർജി എന്ന് പറയുന്നത്. എന്നാൽ സെക്കൻഡറി എനർജി എന്ന് പറയുന്നത് ഈ പ്രൈമറി സോഴ്സ് ഓഫ് എനർജിയിൽ നിന്ന് നമ്മൾ സെക്കൻഡറിയിലോട്ട് കൺവേർട്ട് ചെയ്യും. അതിനെയാണ് സെക്കൻഡറി എനർജി റിസോഴ്സ് എന്ന് പറയുന്നത്. അതായത് കോള്, നമ്മളിപ്പോൾ കൽക്കരി എടുത്തു, ഈ കൽക്കരിയെ നമ്മൾ ചൂടാക്കി അല്ലെങ്കിൽ കൽക്കരിയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തുണ്ടാക്കും, ഒന്നീ ആവി ഉണ്ടാക്കും, അല്ലെങ്കിൽ ആവി ഉപയോഗിച്ച് നമ്മൾ എന്തുണ്ടാക്കും, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെക്കൻഡറി എനർജി റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൈമറി എനർജി റിസോഴ്സ് എന്നും സെക്കൻഡറി എനർജി റിസോഴ്സ് എന്നും മറ്റൊരു രീതിയിലും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതുപോലെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, കൊമേഴ്ഷ്യൽ എനർജി എന്നും നോൺ കൊമേഴ്ഷ്യൽ എനർജി എന്നും. കൊമേഴ്ഷ്യൽ എനർജി എന്നും നോൺ കൊമേഴ്ഷ്യൽ എനർജി എന്നും. അതായത് നമ്മുടെ കൊമേഴ്ഷ്യൽ എനർജി റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കൽക്കരി ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു, വെള്ളം ഉപയോഗിച്ച് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു, അറ്റോമിക് തിയറിയും അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അറ്റോമിക് എനർജി ഉപയോഗിച്ചുകൊണ്ട് എന്തുണ്ടാക്കുന്നു, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. ഇതുപോലുള്ള എനർജി പ്രൊഡ്യൂസിങ്ങിന് നമുക്ക് കൊമേഴ്ഷ്യൽ എനർജി റിസോഴ്സ് എന്ന് പറയാം. പക്ഷേ നമ്മളിപ്പോൾ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. അതായത് പണ്ട് ആൾക്കാർ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് തടി, വിറകൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ കൗഡങ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കാലഘട്ടമുണ്ട്. ഇപ്പോഴും കൗഡങ് ഉപയോഗിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഒഡീഷ അല്ലെങ്കിൽ 2-3 വർഷം മുമ്പ് വരെയും അവിടെ സ്ഥിരം അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ചാണകത്തെയാണ് അവരുടെ ഫ്യൂവലായിട്ട് അവർ മെയിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, വീട്ടിൽ പാചകം ചെയ്യാനും മറ്റുമൊക്കെ. അവർക്ക് റീസെൻ്റ് ആയിട്ടുള്ള സമയങ്ങളിലാണ് അവിടെ ഗ്യാസും അതുപോലുള്ള ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റങ്ങളൊക്കെ ഇപ്പോഴാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നത്. സോ ഇങ്ങനെ ഉള്ള എനർജി റിസോഴ്സസ് നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ കൊമേഴ്ഷ്യൽ എനർജി റിസോഴ്സസ്. അതായത് ഞാൻ ഇത്രയാണ് ഉദ്ദേശിച്ചത്, നമ്മുടെ എനർജിയെ നമുക്ക് പല രീതിയിൽ പല പല കാറ്റഗറി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓരോന്നും ഓരോ ബേസിലായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് അതിൻ്റെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയാണോ കഴിയാത്തവയാണോ, പാരമ്പര്യമാണോ പാരമ്പര്യമല്ലാത്തവയാണോ, അത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ, ഇല്ല അത് നമുക്ക് ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ളതാണോ അല്ലെങ്കിൽ ഒരു നോൺ കൊമേഴ്ഷ്യൽ എനർജി ആണോ, അങ്ങനെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി വേണ്ടത് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എനർജിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇലക്ട്രിസിറ്റിയോട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയോട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇന്ത്യയിലെ ഓരോ എനർജി റിസോഴ്സസിനെ കുറിച്ചും, അതായത് ഇന്ത്യയിൽ താപവൈദ്യുതി ഉണ്ട്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഉണ്ട്, അറ്റോമിക് എനർജി ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് ഓരോ പദ്ധതികളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഓരോന്നിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് അറ്റോമിക് ആണ്. ഓക്കെ, ആദ്യം നമുക്ക് നോക്കാനുള്ളത് അറ്റോമിക് എനർജിയാണ്. അറ്റോമിക് എനർജി. ഓക്കെ, എടാ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പവർ ജനറേഷന് ഏറ്റവും കൂടുതൽ പവർ നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏത് മേഖലയിൽ നിന്നാണ്? നമുക്ക് അറ്റോമിക് എനർജി ഉണ്ട്, താപവൈദ്യുതി ഉണ്ട്, ജലവൈദ്യുതി ഉണ്ട്. ഏതാണ്? താപവൈദ്യുതിയാണ്. ഓക്കെ, തെർമലാണ്. ഓക്കെ, അതിലാർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, എല്ലാവരും ഓക്കെ അല്ലേ? തെർമൽ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാൻ പോകുന്നത് നമ്മൾ അറ്റോമിക് എനർജിയെ കുറിച്ചാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, അറ്റോമിക് എനർജി. എടാ, ഈ അറ്റോമിക് എനർജിയോട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചില ഈ ആണവ നിലയങ്ങളിലെ ചില പ്രധാനപ്പെട്ട കുറച്ച് ഇൻട്രൊഡക്ഷൻ പോയിന്റ് ഉണ്ട്. അത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ജസ്റ്റ് 6 സ്ഥലങ്ങളും 6 പ്ലാന്റുകളും അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ അറ്റോമിക് എനർജി കമ്മീഷൻ എന്ന് നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ 1948 ഓഗസ്റ്റ് 10-നാണ് നിലവിൽ വന്നത്. ഓക്കെ, ഇന്ത്യയിൽ അറ്റോമിക് എനർജി കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1948 ഓഗസ്റ്റിലാണ് നിലവിൽ വന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക.
ഇന്ത്യയിലെ അറ്റോമിക് എനർജി കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1948 ഓഗസ്റ്റ് 10. 1948 ഓഗസ്റ്റ് 10. എടാ, അങ്ങനെ ഫോം ചെയ്ത ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ഹോമി ജെ ബാബയാണ്. ഡോക്ടർ ഹോമി ജഹാംഗീർ ബാബയാണ് ആദ്യത്തെ അറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യം ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ എന്ന് നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ 1948 ഓഗസ്റ്റ് 10 നിലവിൽ വന്നത്. ആദ്യ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ഹോമി ജെ ബാബയാണ് ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ അറ്റോമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അറ്റോമിക് റിസർച്ച് സെന്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാർക്ക് എവിടെയാണെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ട്രോംബെ മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന ബാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അറ്റോമിക് റിസർച്ച് സെന്റർ. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ അറ്റോമിക് റിസർച്ച് സെന്റർ എന്ന് പറയുന്നത് ബാർക്കാണ്. ബാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലെ ട്രോംബെയാണ്. 1954 ജനുവരി 3 അത് വന്നത്. ഓക്കെ, 1954 ജനുവരി 3 ഫോം ചെയ്തതാണ് ബാർക്ക് എന്ന് പറയുന്നത്. ബാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലെ ട്രോംബെയിലാണ് ബാർക്ക് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലെ ട്രോംബെയാണ്, മഹാരാഷ്ട്രയിൽ. ഓക്കെ, ഇത്രയാണ് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അറ്റോമിക് എനർജിയായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ്. ആദ്യം കാര്യങ്ങൾ ഇത്രയാണ്. ഒന്നെന്ന് പറയുന്നത് ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 1948 ഓഗസ്റ്റിലാണ് നിലവിൽ വന്നത്. ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ ഹോമി ജഹാംഗീർ ബാബയാണ് ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അറ്റോമിക് റിസർച്ച് സെന്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ട്രോംബെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അറ്റോമിക് റിസർച്ച് സെന്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ ട്രോംബെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ അറ്റോമിക് റിസർച്ച് സെന്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ്? പെട്ടെന്ന് പറഞ്ഞ എവിടെയാണ്? ഹലോ ഓക്കേടാ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് പഠിക്കാനുള്ളത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അറ്റോമിക് എനർജി അല്ലെങ്കിൽ ആണവ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും വലിയ കൺസ്യൂമർ ആരാണെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്യൂമർ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ എന്ന് പറയുന്നതും അറ്റോമിക് എനർജി റിസോഴ്സസിന്റെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറും അതുപോലെ തന്നെ കൺസ്യൂമർ എന്ന് പറയുന്നതും ആരാണ്? മഹാരാഷ്ട്രയാണ്. ഓക്കെ, അത് മറക്കരുത്. ലാർജസ്റ്റ് പ്രൊഡ്യൂസറും കൺസ്യൂമറും ആര് തന്നെയാണ്? മഹാരാഷ്ട്ര തന്നെയാണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസറും കൺസ്യൂമറും എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. ബാർക്കിന്റെ ഇയർ എന്ന് പറയുന്നത് 1954 ജനുവരി 3 1954 ജനുവരി 3. ഓക്കെ, സീമ, ശരത്ത്. ഓക്കെ, ഞാൻ കമന്റ്സ് പെട്ടെന്ന് കണ്ടില്ല. ഓക്കെ, വേറെ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കേടാ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആണവോർജമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കൈഗ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ കർണാടകയിലാണ്. കൈഗ എവിടെയാണെന്ന് ചോദിച്ചാൽ കർണാടകയാണ്. കാക്രപ്പാറ എവിടെയാണെന്ന് വെച്ചാൽ ഗുജറാത്ത്. കൽപ്പാക്കം എവിടെയാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്. കൂടംകുളം എവിടെയാണെന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്. നരോറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശാണ്. കോട്ട എവിടെയാണെന്ന് വെച്ചാൽ രാജസ്ഥാനാണ്. താരാപൂർ മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. കൈഗ കർണാടക, കാക്രപ്പാറ ഗുജറാത്ത്, കൽപ്പാക്കം തമിഴ്നാട്, കൂടംകുളം തമിഴ്നാട്, നരോറ ഉത്തർപ്രദേശ്, കോട്ട രാജസ്ഥാൻ, താരാപൂർ മഹാരാഷ്ട്ര. ഓക്കെ, താരാപൂർ മഹാരാഷ്ട്ര. ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ഉത്തരം പറയണം. ഓക്കെ, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാലും മതി. ഓക്കെ, കാക്രപ്പാറ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്?
ഗുജറാത്ത്. 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 ഓക്കെ അത് തീർന്നു. അടുത്തത് ഞാൻ ചോദിക്കേ, കോട്ട എവിടെയാ? കോട്ട രാജസ്ഥാൻ. കോട്ട രാജസ്ഥാൻ. രാജസ്ഥാൻ. അങ്ങനെ രാജസ്ഥാൻ. ഓക്കെ, അടുത്തത് ഞാൻ ചോദിക്കാം, നരോറ എവിടെയാ? നരോറ ഉത്തർപ്രദേശ്. നരോറ ഉത്തർപ്രദേശ്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോ? ഇതുവരെ പറഞ്ഞതിൽ ആർക്കും സംശയമില്ലല്ലോ? ഓക്കെ. എടാ, ഇനി ഇതിൽ രണ്ട് മൂന്ന് പോയിന്റ് കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. എടാ, റീസെന്റ് ആയിട്ട് ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു അറ്റോമിക് എനർജിയാണ്, അല്ലെങ്കിൽ ഒരു ആണവോർജ പ്ലാന്റ് ആണ് കൗവാദ എന്ന് പറയും. ആന്ധ്രാപ്രദേശിലുള്ള സ്ഥലമാണ് കൊവാദ എന്ന് പറയുന്ന സ്ഥലം. കൊവാദ KOVVADA കൊവാദ. എടാ, അത് കൺസ്ട്രക്ഷനിലുള്ള ഒന്നാണ്. അത് ഇനി വരാൻ പോകുന്ന ഒന്നാണ് കൗവാദ എന്ന് പറയുന്നത്. ഓക്കെ. എടാ, ഈ ബ്രൗൺ എനർജി എന്ന് പറയുന്നത് എനർജി റിസോഴ്സിന്റെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞ സമയത്ത് പറഞ്ഞു. ബ്രൗൺ എനർജി എന്ന് എടുത്ത് ചോദിച്ചിട്ട് അവർ ഏത് എനർജിയാണെന്ന് എടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അറ്റോമിക് എനർജി ആണെന്നും പറയാം. ഓക്കെ. ബ്രൗൺ എനർജി എന്ന് പറഞ്ഞിട്ട് നമ്മളോട് നേരത്തെ ചോദിച്ചതിന് കുറച്ചുകൂടെ മാറ്റി അവർ ചോദിക്കുകയാണ്, കൃത്യമായിട്ട് അത് ഏത് എനർജിയാണ് ബ്രൗൺ എനർജി എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ആണവോർജത്തെയാണ്, ആണവ നിലയത്തെയാണ് എന്തെന്ന് പറയുന്നത്, ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ കൽപ്പാക്കം. ഇന്ത്യയിലെ ആദ്യത്തെ താരാപൂർ. ഓക്കെ, താരാപൂർ. എടാ, കൽപ്പാക്കത്തിന്റെ പ്രത്യേകത വേറെ ഒന്നുമല്ല, ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് ഇൻഡിജീനിയസ്ലി ഉണ്ടാക്കിയ ഒരു പവർ പ്ലാന്റ് ആണ് കൽപ്പാക്കം എന്ന് പറയുന്നത്. 1971 ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും നിർമ്മിച്ച ഒരു ന്യൂക്ലിയർ പ്ലാന്റ് ആണ്, ഒരു ആണവ നിലയമാണ് ഏതെന്ന് പറയുന്നത് കൽപ്പാക്കം. അപ്പൊ കൽപ്പാക്കം തെറ്റിപ്പോകരുത്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ ചോദിച്ചാൽ താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ ആണ്. എന്നാൽ നമ്മുടെ കൽപ്പാക്കം എന്ന് പറയുന്നത് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു പ്ലാന്റ് ആണ് എന്തെന്ന് പറയുന്നത്, കൽപ്പാക്കം എന്ന് പറയുന്നത്. പൂർണ്ണമായും ഇന്ത്യയിൽ സൃഷ്ടിച്ച ഒന്നാണ് കൽപ്പാക്കം എന്ന് പറയുന്നത്. ഓക്കെ, കൽപ്പാക്കം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം തെറ്റിപ്പോകരുത്. കൽപ്പാക്കം എന്ന് പറയുന്നത് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ചതാണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് താരാപൂർ ആണ്. താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ ആണ്. ഓക്കെ. അപ്പോൾ അതുപോലെ ഒരു കാര്യം ഓർക്കാനുള്ളത്, നമ്മുടെ കൈഗ അറ്റോമിക് പവർ സ്റ്റേഷനെ കുറിച്ച് PSC ഒരുപാട് വട്ടം ചോദിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത, റെക്കോർഡ് സൃഷ്ടിച്ച അറ്റോമിക് പവർ സ്റ്റേഷൻ എക്സാമ്പിൾ ആണ് കൈഗ അറ്റോമിക് നിലയം. കർണാടകയിലുള്ള കൈഗ അറ്റോമിക് പവർ സ്റ്റേഷൻ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തു എന്ന റെക്കോർഡ് സൃഷ്ടിച്ചതാണ് നമ്മുടെ കൈഗ അറ്റോമിക് പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ അപ്സരയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രധാനപ്പെട്ട കാര്യം ഇത്രയേ ഉള്ളൂ. കവാദ ആന്ധ്രാപ്രദേശാണ്. ഓക്കെ. പിന്നെ ഈ അപ്സരയാണ് റീസെന്റ് ആയിട്ട് ഡെവലപ്മെന്റ് വന്ന, അതായത് റീസെന്റ് ആയിട്ട് കുറച്ചൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് അവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന പ്രൊഡക്ഷനിൽ നിന്നും കുറച്ചുകൂടെ അവർ അതിന്റെ എമൗണ്ട് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ വന്നതാണ് നമ്മുടെ അപ്സര എന്ന് പറയുന്നത്. അപ്സര മഹാരാഷ്ട്രയിലാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അറ്റോമിക് എനർജിയായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിൽ കൈകയുടെ ചോദ്യമൊക്കെ PSC ആൾറെഡി 2-3 വട്ടം ചോദിച്ച ചോദ്യമാണ്. പിന്നെ ഓർത്തോളണം, മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസറും ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതും മഹാരാഷ്ട്രയാണ്. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ 1948 ഓഗസ്റ്റിലാണ് ഡോക്ടർ ഹോമി ജെ ബാബയാണ്. പിന്നെ ഈ ആണവോർജ നിലയങ്ങൾ ഞാൻ പറഞ്ഞു, കൈഗ, കാക്രപ്പറ, കൽപ്പാക്കം, കൂടംകുളം, നരോറ, കോട്ട, താരാപൂർ. ഇതൊക്കെ ഓർത്തോളണം. ഈ കൂടംകുളം തമിഴ്നാട്ടിലെ ഏത് ജില്ലയിലാണ്? തിരുനെൽവേലി ജില്ല. തിരുനെൽവേലി. ഓക്കെ. തിരുനെൽവേലി. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോക്കിക്കൊള്ളണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോകാമല്ലോ. അപ്സര മഹാരാഷ്ട്രയില റീസെന്റ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്ത ഒരു ന്യൂക്ലിയർ റിസർച്ച് റിയാക്ടർ ആണ് അപ്സര എന്ന് പറയുന്നത്. അപ്സര. ഓക്കെ അല്ലേ? ഓക്കെ. എടാ, അപ്പോൾ നമ്മൾ അടുത്തതിലോട്ട് പോവുകയാണ്. ഓക്കെ. എടാ, അടുത്തതെന്ന് പറയുന്നത് താപവൈദ്യുതിയാണ്. താപവൈദ്യുതി. ഓക്കെ. അപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കാനുള്ള താപവൈദ്യുതി നിലയങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റിനെ കുറിച്ചാണ് നമുക്ക് അടുത്തും പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഓക്കെ. എടാ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സ്രോതസ്സിൽ നിന്നാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ താപവൈദ്യുതിയിൽ നിന്നാണ്. അതായത് ഇന്ത്യയിലുള്ള ആകെ എത്ര എനർജിയാണ്, അല്ലെങ്കിൽ എത്രത്തോളമാണ് നമ്മുടെ ഈ തെർമൽ പവർ പ്ലാന്റിൽ നിന്ന് വരുന്നതെന്ന് വെച്ചാൽ
70.01% തെർമൽ പവർ പ്ലാന്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത്. തെർമൽ പവർ പ്ലാന്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത് 70.01%. അതായത് നമ്മുടെ അറ്റോമിക് എനർജി, ആണവോർജ്ജം എന്ന് പറയുന്നത് വെറും 3.4% മാത്രമേ ഉള്ളൂ. പക്ഷേ തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് 70.01%. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജലവൈദ്യുതി എന്ന് പറയുന്നത് വെറും 13.04% ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും താപവൈദ്യുതി എത്രത്തോളം ഇന്ത്യക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അതായത് ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എന്ന് നിങ്ങൾ പറഞ്ഞ തെർമൽ പവർ പ്ലാന്റ് അല്ലെങ്കിൽ താപവൈദ്യുത നിലയങ്ങൾ ഇന്ത്യക്ക് തരുന്ന സ്രോതസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് തരുന്ന എനർജി എന്ന് പറയുന്നത്, ഊർജ്ജം എന്ന് പറയുന്നത് ഏകദേശം മൊത്തം എനർജിയുടെയും 70%. എന്നാൽ നമ്മുടെ ആണവോർജ്ജം വെറും 3%, നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് 13% നമുക്ക് തരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ താപവൈദ്യുത നിലയങ്ങൾ വളരെ വേണ്ടപ്പെട്ടതും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് താപവൈദ്യുത നിലയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ താപവൈദ്യുത നിലയങ്ങളെ കാര്യം ഒന്ന് ഓർത്തോളണം, താപവൈദ്യുത നിലയങ്ങൾ. ഓക്കെ, ഇനി ഈ താപവൈദ്യുത നിലയങ്ങളോട്ട് ബന്ധപ്പെട്ട് ഓർക്കേണ്ട വേറെ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, നമ്മുടെ ഈ താപവൈദ്യുത നിലയം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന സ്രോതസ്സുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് കൽക്കരി, അതുപോലെ പെട്രോളിയം, അതുപോലെ പ്രകൃതിവാതകം ഇവയെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യയിൽ എന്തുണ്ടാക്കുന്നത്? ഈ താപവൈദ്യുത നിലയത്തിന് വർക്ക് ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പ്രധാനമായിട്ട് അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത്, ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം ഇവ ഉപയോഗിച്ചിട്ടാണ് താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ മൊത്തം ഇന്ത്യ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താപവൈദ്യുതിക്ക് അവരുപയോഗിക്കുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോള് തന്നെയാണ്, കൽക്കരിയാണ് അവർ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഏകദേശം 60% ഇന്ത്യയിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നത് കൽക്കരിയാണ് തെർമൽ പവർ പ്ലാന്റ്സിൽ ഉപയോഗിക്കുന്നത്. ബാക്കി 40%-ലാണ് പ്രകൃതിവാതകവും പെട്രോളിയം പ്രോഡക്ട്സും ഒക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിൽ ഈ ഒരു തെർമൽ പവർ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കൺട്രോൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കമ്പനി ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. ഓക്കെ, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ എന്നാണെന്നല്ല, NTPC എന്ന് നമ്മൾ വിളിക്കും. NTPC 1975 നമ്മുടെ ന്യൂഡൽഹിയിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് നിലവിൽ വന്ന ഒരു സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത് NTPC, ഇല്ലെങ്കിൽ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. NTPC വർഷം 1975. എവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് വെച്ചാൽ ന്യൂഡൽഹിയാണ്. ഓക്കെ, ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹി. അപ്പൊ അത് കാര്യം വിട്ടുപോകരുത്. NTPCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹി. ഓക്കെ, NTPCയുടെ കീഴിലാണെങ്കിലും ഒരുപാട് ഈ തെർമൽ പവർ പ്ലാന്റ്സ് ഉണ്ട്. നമ്മുടെ കേരളത്തിലും NTPCയുടെ അണ്ടറിലുള്ള ഒരു തെർമൽ പവർ പ്ലാന്റ് ഉണ്ട്. ഏതാണ് കേരളത്തിലുള്ള? കായംകുളം താപവൈദ്യുത നിലയത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്. എന്താണ് കായംകുളം താപവൈദ്യുത നിലയം അല്ലെങ്കിൽ കായംകുളം? അത് തന്നെയാണ്, രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്റ്റ്. എടാ, ആലപ്പുഴയുള്ള ആരെങ്കിലും ഉണ്ടോ? കായംകുളത്തുള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ക്ലാസ്സിനകത്ത് കായംകുളത്തുള്ള ആരെങ്കിലും ഉണ്ടോ? എടാ, നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ ഇവിടെ NTPC? ഇല്ല. ആതിര പോയിട്ടുണ്ട്, ആലപ്പുഴ. ഓക്കെ. ആതിര അവിടെ പ്ലാന്റ് ഒക്കെ കണ്ടായിരുന്നോ? അതിന്റെ വർക്കിംഗ് ഒക്കെ അവർ പറഞ്ഞു തന്നായിരുന്നോ ആതിരെ? അതിന്റെ വർക്കിംഗ് ഒക്കെ അവർ പറഞ്ഞു തന്നായിരുന്നോ? അവരതിന്റെ വർക്കിംഗ് ഒക്കെ പറഞ്ഞു ഓക്കെ. അതിന്റെ അടുത്തുള്ള ഒരു റിവറൊക്കെ കണ്ടായിരുന്നോ? അതിന്റെ തൊട്ടടുത്തൊരു റിവർ ഉണ്ട്. ഇല്ല സാറേ, ഒന്നും കണ്ടില്ല. ഓക്കെ, അവരുടെ സ്കൂള് അങ്ങനെയൊക്കെ കൊണ്ടുപോയി. ഞാൻ വെറുതെ ചോദിച്ചത്. ഓക്കെ, ഇവിടെ താപവൈദ്യുത നിലയം. എടാ, നമ്മുടെ ആലപ്പുഴയിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ ഫ്രണ്ടിലൂടെയൊക്കെ ഒന്ന് പോകണം. അവിടെ നേരത്തേക്ക് പോകണമെങ്കിൽ പെർമിഷനൊക്കെ മേടിക്കണം. പെർമിഷൻ മേടിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, നമുക്ക് അവിടെ നേരത്തെ പെർമിഷനൊക്കെ മേടിച്ചാൽ നമുക്ക് അവര് ഒരു ചെറിയ ക്ലാസ് പോലെ അവിടുത്തെ വർക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. നമ്മൾ പോയി കണ്ടിരിക്കേണ്ട ഒരു സംഗതിയാണ് ഈ തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. അവരതിന്റെ വർക്കിങ്ങും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. അവർ അതിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറും എങ്ങനെയാണ് ഈ ഓരോ പ്ലാന്റുകളും അതുപോലെ നാഫ്ത വരുന്ന റൂട്ട് മാപ്പും അതെല്ലാം കാണിച്ചു തരും.
ഓക്കെ, നമ്മൾ നേരത്തെ പെർമിഷനൊക്കെ മേടിച്ചാൽ നമുക്ക് അവിടെ പോകാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചാൻസ് കിട്ടുന്ന സമയത്ത് മിസ്സാക്കാതെ പോവുക. ഓക്കെ, എടാ അപ്പോൾ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്റ്റ് എന്ന് അറിയപ്പെടുന്നതാണ് നമ്മുടെ കായംകുളം NTPC താപനിലയം എന്ന് പറയുന്നത്. ഓക്കെ, എടാ ഈ കായംകുളം താപനിലയം സ്ഥിതി ചെയ്യുന്നത്, ഓക്കെ, ജോബ് കിട്ടിയിട്ട് പോകണം. ഓക്കെ, അത് തന്നെയാണ്, ജോബ് കിട്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പോകണോടാ. ഒരു 6 മാസം നിങ്ങൾ ലീവ് എടുക്കണം. ലീവ് എടുത്തിട്ട് നമ്മൾ പഠിച്ച എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ കറങ്ങാൻ പോകണം. ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും, ജോഗ്രഫിയിൽ നമ്മൾ പഠിച്ച ഹിമാലയം തൊട്ട് നിങ്ങൾ കറങ്ങണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ പഠിച്ചതിനേക്കുള്ള കാര്യം എന്താണെന്ന് നമുക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ എടാ, അപ്പോൾ പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല, കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയമാണ് കായംകുളം താപവൈദ്യുത നിലയം. അതിന്റെ മറ്റൊരു പേര് ചോദിച്ചാൽ രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്റ്റ് ആണ്. കായംകുളം താപനിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ചുള്ളത്തെരുവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ചുള്ളത്തെരുവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? കായംകുളം താപനിലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പം കായംകുളം താപനിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ചുള്ളത്തെരുവ് എന്ന് പറയുന്ന സ്ഥലത്താണ് കായംകുളം താപനിലയം സ്ഥിതി ചെയ്യുന്നത്. കായംകുളം താപനിലയത്തിന്റെ പ്രവർത്തനം എന്നാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1999 ജനുവരിയിലാണ്. 1999 ജനുവരിയിലാണ് കായംകുളം താപനിലയം എന്നാണ് പ്രവർത്തനം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1999 ജനുവരിയാണ്. അവിടുത്തെ വൈദ്യുത ഉൽപാദന ശേഷി എന്ന് പറയുന്നത് 350 മെഗാവാട്ടാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഒരേ ഒരു NTPCയുടെ അണ്ടറിലുള്ള ഒരേ ഒരു താപവൈദ്യുത നിലയമാണ് നമ്മുടെ കായംകുളം താപവൈദ്യുത നിലയം എന്ന് പറയുന്നത്. അതായത് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് 1999 ജനുവരി 17 രൂപം കൊള്ളുന്നത്. അതിന്റെ ഉൽപാദന ശേഷി എന്ന് പറയുന്നത് 350 മെഗാവാട്ടാണ്. അതിനുപയോഗിക്കുന്ന ഫ്യൂവൽ എന്താണെന്ന് ചോദിച്ചാൽ നാഫ്തയാണ്. നാഫ്ത. അത് കായംകുളം താപനിലയത്തിന്റെ ആവശ്യമായ ജലം, അല്ലെങ്കിൽ അതിന് കൂളിംഗ് പർപ്പസിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ജലം അവരെടുക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അച്ചൻകോവിലാറിൽ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, അച്ചൻകോവിലാറിൽ നിന്ന് എടുക്കുന്ന ജലമാണ് അവർ കായംകുളം പവർ പ്രോജക്റ്റിലെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഏത് നദിയിലെ ജലമാണെന്ന് ചോദിച്ചാൽ അച്ചൻകോവിലാറാണ്. അച്ചൻകോവിലാർ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം കായംകുളം NTPC രാജീവ് ഗാന്ധി കമ്പൈൻഡ് പവർ സൈക്കിൾ പ്രോജക്റ്റ് എന്നറിയപ്പെടും ഇത്. അതുപോലെ തന്നെ കായംകുളം NTPCയുടെ താപനിലയം പ്രവർത്തനം ആരംഭിച്ച ഡേറ്റ് ചോദിച്ചാൽ 1999 ജനുവരി 17. ഉപയോഗിക്കുന്ന ഫ്യൂവൽ ചോദിച്ചാൽ നാഫ്ത. ഏത് നദിയിലെ വെള്ളമെടുത്താണ് അവരുടെ വർക്കിന് അവർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കൂളിംഗ് പർപ്പസസിന് മറ്റും ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അച്ചൻകോവിലാറിൽ നിന്നുള്ള ജലം എടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? താപവൈദ്യുത നിലയത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട താപവൈദ്യുത നിലയമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. കേരളത്തിലെ പ്രധാനപ്പെട്ട താപവൈദ്യുത നിലയം. ഓക്കെ അല്ലേ? ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ ആർക്കും? ഓക്കെ, സീമ കേട്ടില്ല. സീമ സൗണ്ട് ലാഗ് ആവുന്നുണ്ട്. സീമ മെസ്സേജ് അയക്കൂ, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ സാർ, ഒരു 350 പറഞ്ഞില്ലായിരുന്നു, അതെന്തായിരുന്നു? എടാ 350 മെഗാവാട്ട് അതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. 350 മെഗാവാട്ട്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു പ്രൊഡക്ഷനാണ് 350 മെഗാവാട്ട് എന്ന് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി കഴിഞ്ഞാൽ നല്ലൊരു ഊർജ്ജ സ്രോതസ് വരുന്നത് നമ്മുടെ 350 മെഗാവാട്ട് താപവൈദ്യുത നിലയം ഇവിടെ നിന്നാണ് കിട്ടുന്നത്. ഏകദേശം അതിന്റെ അടുത്തുള്ള സ്ഥലങ്ങൾ ഒരുപാട് എനർജി പോകുന്നത് നമ്മുടെ കായംകുളം NTPC എന്നാണ്. ഓക്കെ, 350. ഓക്കെ സീമ. ഓക്കെ, 350 മെഗാവാട്ടാണ് അതിന്റെ ഉൽപാദനക്ഷമത എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ എത്രത്തോളമാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ വൈദ്യുതി ഉൽപാദന ശേഷി എന്ന് പറയുന്നത് 350 മെഗാവാട്ടാണ്. ഞാനും പോയിട്ട് 5-6 വർഷമാവും. ഞാൻ ഈ താപവൈദ്യുത നിലയത്തിൽ പോയിട്ട്. എനിക്ക് തോന്നുന്ന 3 പ്ലാന്റ് അങ്ങനെ എന്തൊക്കെയാണ് അവിടുത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് വീണ്ടും ഇന്ത്യയിലൂടെയാണ് നമ്മൾ പോകുന്നത്. കേരളത്തിലെ ഈ NTPC പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ കൂടെ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞത്. ഓക്കെ, എടാ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം ഏതാണെന്ന് ചോദിച്ചാൽ വിന്ധ്യാചൽ തെർമൽ പവർ പ്ലാന്റ് ആണ്. വിന്ധ്യാചൽ തെർമൽ പവർ പ്ലാന്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും PQ നോക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്നവരാണെങ്കിൽ, മുമ്പ് PSC ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ എന്നോ ഇന്ത്യയിലെ ഏറ്റവും വലിയ തെർമൽ പവർ സ്റ്റേഷൻ എന്നോ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് അന്ന് PSC കൊടുത്ത ഉത്തരം എന്ന് പറയുന്നത് ബൊക്കാറോ പവർ സ്റ്റേഷൻ ആണ്. ബൊക്കാറോ പവർ സ്റ്റേഷൻ ഒരു തെർമൽ പവർ പ്ലാന്റ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം ഏതാണെന്ന് ചോദിച്ചാൽ വിന്ധ്യാചൽ തെർമൽ പവർ സ്റ്റേഷൻ ആണ്. നിങ്ങൾ PQ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു ചോദ്യം കാണുകയാണെങ്കിൽ ഉത്തരം അപ്ഡേറ്റ് ചെയ്തോളണം.
ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം ഏതാണെന്ന് ചോദിച്ചാൽ വിന്ധ്യാചൽ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം എന്ന് പറയുന്നത് വിന്ധ്യാചൽ തെർമൽ പവർ സ്റ്റേഷൻ എവിടെയാണ്? മധ്യപ്രദേശിലെ. രണ്ടാമത്തെ ഏറ്റവും വലിയ തെർമൽ പവർ പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചാൽ മുന്ദ്ര തെർമൽ പവർ സ്റ്റേഷൻ ആണ്. മുന്ദ്ര തെർമൽ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. എടാ ചിലപ്പോ നമുക്ക് അടുത്ത് വരുന്ന ഒരു 2-3 എക്സാം കഴിഞ്ഞ് അല്ലെങ്കിൽ ജനുവരിയോ അടുത്ത വർഷമോ 2 വർഷമോ കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ഉത്തരത്തിന് ഒരു അപ്ഡേഷൻ വരാം. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ താപോർജ്ജ നിലയമായിട്ട് വരാൻ പോകുന്ന പുതിയ ഒരെണ്ണമുണ്ട്. പത്രദു തെർമൽ പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ പത്രദു വിദ്യുത് ഉൽപാദൻ നിഗം ലിമിറ്റഡ്. അപ്പൊ അതൊന്ന് ഓർത്തോളണം. ഇന്ത്യയിൽ സ്ഥാപിതമാകാൻ പോകുന്ന ഏറ്റവും വലിയ താപവൈദ്യുത നിലയം ഏതാണ്, അല്ലെങ്കിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ താപോർജ്ജ നിലയം ഏതാണെന്ന് ചോദിച്ചാൽ പത്രദു വിദ്യുത് ഉൽപാദൻ നിഗം ലിമിറ്റഡ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡിൽ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ സ്ഥാപിതമാകുന്ന ഏറ്റവും വലിയ താപോർജ്ജ നിലയം ഏതാണെന്ന് ചോദിച്ചാൽ പത്രദു വിദ്യുത് ഉൽപാദൻ നിഗം ലിമിറ്റഡ് ആണ്. സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. എടാ ഇത്രയും പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ പറയാം. പത്രദു, എടാ സ്പെല്ലിങ് ഈ സ്ലൈഡിലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. PA പത്രദു, PATRATU പത്രദു തെർമൽ പവർ സ്റ്റേഷൻ. ഓക്കെ എടാ, അപ്പോൾ ഈ പത്രദു തെർമൽ പവർ സ്റ്റേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ പത്രദു തെർമൽ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. പത്രദു വിദ്യുത് ഉൽപാദൻ നിഗം ലിമിറ്റഡ് എന്നും അതിനെ നമ്മൾ പറയും. പത്രദു വിദ്യുത് ഉൽപാദൻ നിഗം ലിമിറ്റഡ് എന്ന് നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കും. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡിൽ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തെർമൽ പവർ സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ വിന്ധ്യാചലാണ്. വിന്ധ്യാചൽ തെർമൽ പവർ പ്ലാന്റ് ആണ് മധ്യപ്രദേശ്. മുന്ദ്ര തെർമൽ പവർ സ്റ്റേഷൻ ഗുജറാത്ത് ആണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ തെർമൽ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ തെർമൽ പവർ സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് പത്രദു തെർമൽ പവർ സ്റ്റേഷൻ ആണ്. പത്രദു തെർമൽ പവർ സ്റ്റേഷൻ. ഓക്കെ, അപ്പം ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപോർജ്ജ നിലയം ഏതാണ് ഇനി വരാൻ പോകുന്നതെന്ന് വെച്ചാൽ പത്രദു വിദ്യുത് ഉൽപാദൻ നിഗം ലിമിറ്റഡ് അല്ലെങ്കിൽ പത്രദു തെർമൽ പവർ സ്റ്റേഷൻ ജാർഖണ്ഡ്. ഓക്കെ എടാ, തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട തെർമൽ പവർ പ്ലാന്റ് ആണ് നെയ്വേലി തെർമൽ പവർ പ്ലാന്റ്. ഇതും മുമ്പ് PSC ചോദിച്ചിട്ടുള്ളതാ, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. റഷ്യയുടെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയതാണ് ഈ നെയ്വേലി തെർമൽ പവർ പ്ലാന്റ്. നെയ്വേലി തെർമൽ പവർ പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലാണ്. നെയ്വേലി പവർ പ്ലാന്റ് അല്ലെങ്കിൽ നെയ്വേലി തെർമൽ പവർ പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ നെയ്വേലി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും, തമിഴ്നാടാണ്. PSC ചോദിച്ച ചോദ്യം ഇതാണ്, നെയ്വേലി ഏത് സംസ്ഥാനത്താണെന്നാണ് PSC ചോദിച്ചത്. നെയ്വേലി പവർ പ്ലാന്റ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. റഷ്യയുടെ സഹകരണത്തോടെ സ്ഥാപിച്ച തെർമൽ പവർ സ്റ്റേഷൻ ആണ്. എക്സാമ്പിൾ ആണ് നെയ്വേലി എന്ന് പറയുന്നത്. ഓക്കെ, നെയ്വേലി. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ അല്ലെങ്കിൽ ഹെവി വാട്ടർ ഉപയോഗിച്ച് കൂളൻ്റായിട്ട് ഹെവി വാട്ടർ ഉപയോഗിക്കുന്ന ചമ്പൽ നദിയിലെ ജലം ഉപയോഗിച്ച് കൂളിംഗ് നടത്തുന്ന ആദ്യ റിയാക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ രാജസ്ഥാനിലെ കോട്ടയാണ്. രാജസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ, അതായത് കൂളൻ്റായിട്ട് ഹെവി വാട്ടർ ഉപയോഗിക്കുന്ന ചമ്പൽ നദിയിലെ ജലം ഉപയോഗിച്ച് കൂളിംഗ് നടത്തുന്ന ഒന്നാണ് കോട്ട എന്ന് പറയുന്നത്. കോട്ട എവിടെയാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാൻ. കോട്ട രാജസ്ഥാൻ. ഓക്കെ, കോട്ട രാജസ്ഥാൻ. ഏത് നദിയിലെ ജലം? ചമ്പൽ. ഓക്കെ അല്ലേ? അപ്പൊ കോട്ട ഏത് സംസ്ഥാനത്താണെന്ന് വെച്ചാൽ രാജസ്ഥാൻ. ഇത് ഏത് നദിയിലെ ജലമാണെന്ന് ചോദിച്ചാൽ ചമ്പൽ. ഓക്കെ, ഇനി കാകതീയ തെർമൽ പവർ പ്രോജക്റ്റ് ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ തെലങ്കാനയാണ്. കാകതീയ തെർമൽ പവർ പ്രോജക്റ്റ് ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ തെലങ്കാന. കാകതീയ തെർമൽ പവർ പ്രോജക്റ്റ് ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്. കാകതീയ തെർമൽ പവർ പ്രോജക്റ്റ് തെലങ്കാനയാണ്. തെറ്റിപ്പോകരുത്. കാകതീയ തെർമൽ പവർ പ്രോജക്റ്റ് തെലങ്കാനയാണ്. തെലങ്കാന.
ഓക്കെ. എടാ ബുക്സാർ അല്ലെങ്കിൽ ബക്സാർ എന്നറിയപ്പെടും, ബുക്സാർ അല്ലെങ്കിൽ ബക്സാർ എന്നും അറിയപ്പെടും. എവിടെയാണെന്ന് ചോദിച്ചാൽ ബീഹാറാണ്. ബക്സാർ എവിടെയാണെന്ന് ചോദിച്ചാൽ ബീഹാറാണ്. ഇന്ത്യയിൽ പുതുതായിട്ട് നിലവിൽ വരുന്ന 2 പ്രധാനപ്പെട്ട താപവൈദ്യുത നിലയങ്ങളാണ് ബക്സാറും ഖുർജയും. ബക്സാർ സ്ഥിതി ചെയ്യുന്നത് ബീഹാറാണ്, ഖുർജ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശാണ്. ബക്സാർ സ്ഥിതി ചെയ്യുന്നത് ബീഹാറാണ്, ഖുർജ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശാണ്. ഖുർജ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശാണ്. ഓക്കെ. എടാ ഇത്രയും പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ പറയാം. എടാ ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്, എനിക്ക് നന്നായിട്ട് അറിയാം. എടാ നിങ്ങളും കൂടെ ആ ഒരു സ്പീഡിൽ നിൽക്കുക. ഞാൻ ഒന്നുകൂടെ പറയാം. ഈ സാധനങ്ങളെന്ന് പറയുന്നത് ഒരു ഫാക്റ്റാണ്. ഈ ഫാക്റ്റുകൾ ഞാൻ പറയുന്ന ഒരു സ്പീഡിൽ നിങ്ങൾ കൂടെ ആവർത്തിച്ച് പറയുക. നിങ്ങളെല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് നിങ്ങളും കൂടെ ആവർത്തിച്ച് പറയുക. വേറൊന്നും കൊണ്ടല്ല, ഞാൻ പറയുന്ന അതേ സ്പീഡിൽ തന്നെ നിങ്ങൾക്കും അത് പറഞ്ഞു വരുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിലേക്ക് അത് പെട്ടെന്ന് ഒന്ന് സ്റ്റോർ ആവും. അതായത് നമ്മൾ വേഗത്തിൽ പറയുമ്പോൾ അത് കൂടുതൽ സ്പീഡിൽ അത് നിങ്ങളുടെ ഇതിലോട്ട് നിങ്ങൾക്ക് സ്റ്റോർ ആവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പം നിങ്ങൾ കൂടെ പറയുക. ഓക്കെ. താരാപൂരിലും റഷ്യയുടെ ഹെൽപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂടംകുളം ആണവ നിലയം ആരുടെ ഹെൽപ്പാണെന്ന് ചോദിച്ചാൽ റഷ്യയുടെ ഹെൽപ്പാണ്. കൂടംകുളം ആണവ നിലയവും റഷ്യയുടെ ഹെൽപ്പാണ്. അതായത് നമ്മുടെ ഇപ്പോൾ അവിടെ വീണ്ടും അവർ പുതിയ റിയാക്ടറുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടംകുളത്തും അവർ പുതിയ റിയാക്ടറുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ റിയാക്ടറുകൾക്ക് റഷ്യയുടെ സഹായം ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. ജസ്റ്റ് അവർ തന്നെ സ്വന്തമായിട്ട് ഇൻഡിജീനിയസ് ആയിട്ടാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ ആൾറെഡി വർക്ക് ചെയ്യുന്ന നമ്മുടെ ഈ ഒരു കൂടംകുളത്ത് റഷ്യക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് അവിടെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അവിടെ അവർക്ക് തന്നെ താമസിക്കാൻ തന്നെ. കാരണം ഈ ഒരു കൂടംകുളം ആണവ നിലയത്തിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു ടൗൺഷിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൗൺഷിപ്പിലാണ് അവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും താമസിക്കുന്നത്, ക്വാർട്ടേഴ്സും മറ്റും സെറ്റ് ചെയ്തേക്കുന്നത്. അവിടെ തന്നെ റഷ്യക്കാർക്കൊക്കെ വേണ്ടി സെപ്പറേറ്റ് ഒരു സെപ്പറേഷനും മറ്റുമൊക്കെ ഉണ്ട്. ഈ ഒരു നമ്മുടെ ഈ ഒരു തെർമൽ പവർ പ്ലാന്റിൽ പോകുന്ന സമയത്ത്, കൂടംകുളം ന്യൂക്ലിയർ പ്ലാന്റിൽ പോകുന്ന സമയത്ത് റഷ്യക്കാരാണ് മെയിനായിട്ടും അതിൽ വരുന്ന റിയാക്ടറിനകത്തുള്ള വർക്കിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും റിസർച്ചിനും എല്ലാം മെയിനായിട്ട് അവർ വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് റഷ്യൻസ് ആണ് അവിടെ പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത്. റഷ്യൻസിന്റെ ഹെൽപ്പ് വെച്ച് തന്നെയാണ് ഇത് ചെയ്തേക്കുന്നതും. ആ ന്യൂക്ലിയർ റിയാക്ടറിന്റെ ഉള്ളിലുള്ള എല്ലാ വർക്കിങ്ങിലും സഹായിക്കുന്നത് റഷ്യക്കാരാണ്. ഇപ്പോഴും റഷ്യൻ സയന്റിസ്റ്റ് ആണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ അവിടെ വീണ്ടും അവർ 2 പ്ലാന്റ് കൂടെ, ആൾറെഡി 2 യൂണിറ്റ് ആണ് നമ്മുടെ കൂടംകുളത്തുള്ളത്. വീണ്ടും ഒരു 2 യൂണിറ്റ് കൂടെ അവർ വർക്കിംഗ് നടക്കുന്നുണ്ട്, അതിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പക്ഷേ അത് ഇൻഡിജീനിയസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ. താരാപൂറിന് റഷ്യയാണ് ഇന്ത്യക്ക് പണ്ട് ഈ താരാപൂർ ഇതിന് വേണ്ടിയിട്ടുള്ള ഫ്യൂവലൊക്കെ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് റഷ്യയായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് തെർമൽ പവർ പ്ലാന്റ് ആയിരുന്നു. തെർമൽ പവർ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇനി നമ്മൾ ഓർക്കേണ്ട പോയിന്റ് ഒന്നുകൂടെ ഞാൻ പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തെർമൽ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വിന്ധ്യാചൽ തെർമൽ പവർ പ്ലാന്റ് ആണ് മധ്യപ്രദേശിലെ. രണ്ടാമത് ഏറ്റവും വലുത് മുന്ദ്ര തെർമൽ പവർ പ്ലാന്റ് ആണ്. ഏറ്റവും വലുത് ഇനി വരാൻ പോകുന്നത് പത്രദു തെർമൽ പവർ സ്റ്റേഷൻ ആണ്. സംസ്ഥാനം ചോദിച്ചാൽ ജാർഖണ്ഡ് ആണ്. തമിഴ്നാട്ടിലെ തെർമൽ പവർ പ്ലാന്റ് ചോദിച്ചാൽ നെയ്വേലി തെർമൽ പവർ പ്രോജക്റ്റ് ആണ്. കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ്. കോട്ടയുടെ പ്രത്യേകത ചമ്പൽ നദിയിലെ ജലം ഉപയോഗിച്ച് ഹെവി വാട്ടർ ഇത് കൂളന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ കോട്ട തെർമൽ പവർ പ്ലാന്റിലാണ്. അതുപോലെ കാകതീയ തെർമൽ പവർ പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ തെലങ്കാനയാണ്, കാകതീയ. എടാ ബുക്സാറും ഖുർജയും എവിടെയാ? ബക്സാർ ഖുർജയും എവിടെയാണ്? പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ബക്സാർ എവിടെയാ? ബക്സാർ ബീഹാർ, ഉത്തർപ്രദേശ്. ബീഹാർ UP. ഉത്തർപ്രദേശ്. അത്രേ ഉള്ളൂ. ബീഹാറും ബീഹാർ. എടാ ഉത്തർപ്രദേശും. അപ്പോൾ നമുക്ക് വീണ്ടും 2 കാര്യം കൂടെ പഠിക്കാനുണ്ട്. റെയ്ച്ചൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ കർണാടകയാണ്. എടാ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിന്റെ ആദ്യ 800 മെഗാവാട്ട് തെർമൽ പവർ പ്ലാന്റ് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ റെയ്ച്ചൂർ എന്ന് പറയുന്നത്. കർണാടകയിലെ റെയ്ച്ചൂർ എന്ന് പറയുന്നത് ആര് കൺസ്ട്രക്ട് ചെയ്ത് അല്ലെങ്കിൽ ആരുടെ അണ്ടറിലുള്ളതാണെന്ന് ചോദിച്ചാൽ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിന്റെ ആണ് ഏതെന്ന് പറയുന്നത് റെയ്ച്ചൂർ തെർമൽ പവർ പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ കർണാടകയിലാണ്. റെയ്ച്ചൂർ തെർമൽ പവർ പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലാണ്. കർണാടക. എടാ കോർബ എവിടെയാണ്? നമ്മളെല്ലാവരും റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് രാവിലെ തിരുവനന്തപുരം ആൾക്കാർക്ക് അറിയാം. ആഴ്ചയിൽ ഒരു ദിവസം തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന ഒരു ട്രെയിനാണ് കോർബ എക്സ്പ്രസ് എന്ന് പറയുന്നത്. കോർബ എക്സ്പ്രസ് നമ്മൾ കായംകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കയറിയാലും 150 രൂപയാണ്. നമ്മൾ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കയറിയാലും 150 രൂപ വിലയുള്ള കോർബ ട്രെയിൻ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഈ കോർബ എവിടെയാ? ഛത്തീസ്ഗഡ്.
ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡ്. കോർബ വൈദ്യുത നിലയം എവിടെയാണെന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡ് ആണ്. കോർബ വൈദ്യുത നിലയം PSC മുമ്പ് ചോദിച്ചിട്ടുള്ള PQ ക്വസ്റ്റ്യൻ ആണ്. കോർബ വൈദ്യുത നിലയം ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡ് ആണ്. കോർബ വൈദ്യുത നിലയം ഛത്തീസ്ഗഡ്. അങ്ങനെയാണെങ്കിൽ കോർബയുടെ കൂടെ ഒന്നുകൂടെ നിങ്ങൾ ഓർത്ത് വെച്ചോളാം, സിപ്പാറ്റ് വൈദ്യുത നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാലും സിപ്പാറ്റ് വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. ഓക്കെ, കോർബ വൈദ്യുത നിലയവും സിപ്പാറ്റ് വൈദ്യുത നിലയം രണ്ടും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. കോർബയും സിപ്പാറ്റും രണ്ടും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോർബയും സിപ്പാറ്റും സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡിൽ. എടാ, ദുവാരൻ തെർമൽ പവർ സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്താണ്. ദുവാരൻ തെർമൽ പവർ സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. ഓക്കെ, ഗുജറാത്തിൽ. എടാ, അതുപോലെ താൽച്ചർ വൈദ്യുത നിലയം ഏത് സംസ്ഥാനമാണ്? താൽച്ചർ വൈദ്യുത നിലയം ഒഡീഷയിലാണ്. താൽച്ചർ വൈദ്യുത നിലയം എവിടെയാണെന്ന് ചോദിച്ചാൽ ഒഡീഷ. എടാ, ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ താൽച്ചർ വൈദ്യുത നിലയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരു ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച NTPCയുടെ റെക്കോർഡ് സൃഷ്ടിച്ച NTPCയുടെ അണ്ടറിലുള്ള താപവൈദ്യുത നിലയമാണ് താൽച്ചർ വൈദ്യുത നിലയം എന്ന് പറയുന്നത്. ഒരു ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച NTPCയുടെ അണ്ടറിലുള്ള തെർമൽ പവർ പ്ലാന്റ് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ താൽച്ചർ വൈദ്യുത നിലയം എന്ന് പറയുന്നത്. താൽച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒഡീഷയിലാണ്. ഓക്കെ, അപ്പോൾ ഒഡീഷയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടെ ഒന്ന് ഓർത്തോളണം. ഓക്കെ. എടാ, ഇതുവരെ പറഞ്ഞതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? സീമ, ഡൗട്ട് ക്ലിയർ ആയില്ലേ താരാപൂറിന്റെ? എടാ, അതും ഈ റഷ്യയുടെ ഒരു കമ്പനി ഉണ്ട്, റോസ്റ്റം എന്നൊക്കെ പറഞ്ഞു. അവരുടെ അറ്റോമിക് എനർജി കോർപ്പറേഷൻ ആണ്. അവരാണ് നമുക്ക് യുറേനിയം വേണ്ടി താരാപൂറിനൊക്കെ വേണ്ടിയിട്ട് ഫ്യൂവല് തരുന്നത്. അവരാണ്. ഈ റഷ്യയുടെ ഈ ഒരു കമ്പനിയാണ്. എടാ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇതുവരെ പറഞ്ഞ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എടാ, കേരളത്തിലെ താപവൈദ്യുത നിലയം ഏതാ? കേരളത്തിലെ താപവൈദ്യുത നിലയം കായംകുളം താപവൈദ്യുത നിലയം. ഓക്കെ. എടാ, കേരളത്തില് എത്ര താപവൈദ്യുത നിലയമുണ്ട്? കായംകുളം മാത്രമാണോ ഉള്ളത്? ബ്രഹ്മപുരം ഉണ്ടോ? അതെ തന്നെയാണ്. എടാ, ഒരുപാടുണ്ട്. 5-6 ഉണ്ട്. നമുക്ക് നോക്കാം. അതായത് വേറെ ഒന്നുമല്ല. എടാ, നമ്മൾ പറഞ്ഞു NTPCയുടെ അണ്ടറിൽ കേരളത്തിലുള്ള താപവൈദ്യുത നിലയമാണ് കായംകുളം താപവൈദ്യുത നിലയം. ഇനി KSEBിയുടെ കീഴിലുള്ള താപവൈദ്യുത നിലയം ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് ബ്രഹ്മപുരം താപവൈദ്യുത നിലയം. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ താപവൈദ്യുത നിലയം. അതായത് ഈ ഒരു താപവൈദ്യുത നിലയത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡീസലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ താപവൈദ്യുത നിലയം എന്ന് പറയുന്നത് ബ്രഹ്മപുരം. എടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താ ഈ താപവൈദ്യുത നിലയം? അവിടെ വർക്കിംഗ് എങ്ങനെയാ താപവൈദ്യുത നിലയത്തിന്റെ, തെർമൽ പവർ പ്ലാന്റിന്റെ? അത്രേ ഉള്ളൂ പ്രശാന്തേ. സിമ്പിൾ ആയിട്ട് അവൻ കാര്യം പറഞ്ഞു. അത് തന്നെയാണ് നമ്മുടെ താപവൈദ്യുത നിലയം. അപ്പോൾ KSEBിയുടെ കീഴിലുള്ള താപവൈദ്യുത നിലയം എന്ന് പറയുന്നത് ബ്രഹ്മപുരം താപവൈദ്യുത നിലയം. ബ്രഹ്മപുരം താപവൈദ്യുത നിലയമാണ് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ താപവൈദ്യുത നിലയം. ആ പേരിൽ തന്നെയുണ്ട്. എന്താണ് അവിടുത്തെ ഫ്യൂവൽ എന്ന് ചോദിച്ചാൽ ഡീസൽ. ആരുടെ അണ്ടറിലാണ്? KSEBിയുടെ അണ്ടറിലാണ്. ബ്രഹ്മപുരം എവിടെയാണ്? ഏത് ജില്ലയിലാണ് ബ്രഹ്മപുരം? എറണാകുളമാണോ കോട്ടയമാണോ? എറണാകുളം. ഓക്കെ. എടാ, ബ്രഹ്മപുരം താപവൈദ്യുത നിലയം എവിടെയാണെന്ന് ചോദിച്ചാൽ എറണാകുളമാണ്. എടാ, രണ്ടാമത്തെ ഡീസൽ താപവൈദ്യുത നിലയം ഏതാണെന്ന് ചോദിച്ചാൽ നല്ലളം ഡീസൽ പവർ പ്ലാന്റ് ആണ്. എടാ, നല്ലളം ഡീസൽ പവർ പ്ലാന്റ് എവിടെയാണ്? കോഴിക്കോടാണോ കാസർഗോഡാണോ? കോഴിക്കോട്. എടാ, നല്ലളം ഡീസൽ പവർ പ്ലാന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്. നല്ലളം ഡീസൽ പവർ പ്ലാന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്. അപ്പൊ ബ്രഹ്മപുരം താപവൈദ്യുത നിലയം എറണാകുളം, നല്ലളം ഡീസൽ പവർ പ്ലാന്റ് എവിടെയാണെന്ന് വെച്ചാൽ കോഴിക്കോട്. തെറ്റിപ്പോകരുത്. KSEBിയുടെ കീഴിലുള്ള താപവൈദ്യുത നിലയങ്ങൾക്ക് ഉദാഹരണമാണ് ബ്രഹ്മപുരം താപവൈദ്യുത നിലയവും നല്ലളം ഡീസൽ പവർ പ്ലാന്റും. ബ്രഹ്മപുരം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തും നല്ലളം ഡീസൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടുമാണ്. കോഴിക്കോട്. അപ്പം അത് മറന്നു പോകരുത്. ഓക്കെ, ആ ഒരു കാര്യം മറന്നു പോകരുത്. ഇനി ചീമേനി എവിടെയാണ്? കാസർഗോഡ്. ചീമേനി എവിടെയാണെന്ന് വെച്ചാൽ കാസർഗോഡ്. കാസർഗോഡാണ്. എടാ, ചീമേനിയോട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ വരുന്നത്. ചീമേനി അല്ലടാ,
ആ ചീമേനിയിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്താണെന്ന് ചോദിച്ചാൽ പ്രകൃതിവാതകമാണ്. പ്രകൃതിവാതകം ഇന്ധനമായി ഉപയോഗിക്കുന്ന കേരളത്തിലെ താപവൈദ്യുത നിലയം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ചീമേനി താപവൈദ്യുത നിലയമാണ്. ചീമേനി താപവൈദ്യുത നിലയം എന്ന് പറയുന്നത് പ്രകൃതിവാതകമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, പ്രകൃതിവാതകമാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം 1200 മെഗാവാട്ട് ഉൽപാദന ശേഷിയുള്ള ഒരു താപവൈദ്യുത നിലയമാണ് ഈ കാസർഗോഡ് വരാൻ പോകുന്ന ചീമേനി എന്ന് പറയുന്നത്. അത് നമ്മുടെ കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്കിലാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ചീമേനി എവിടെയാണെന്ന് ചോദിച്ചാൽ കാസർഗോഡാണ്. ചീമേനി എവിടെയാണെന്ന് ചോദിച്ചാൽ കാസർഗോഡാണ്. കാസർഗോഡ് 1200 മെഗാവാട്ട് എന്തോണം അതിന്റെ പ്രൊഡക്ഷൻ വരാൻ പോകുന്നത്. നമ്മൾ ഇത്രയും ഓർത്താൽ മതി. ചീമേനി സ്ഥലം ചോദിച്ചാൽ കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്ക്, ഉപയോഗിക്കുന്ന ഇന്ധനം ചോദിച്ചാൽ പ്രകൃതിവാതകം, ഉപയോഗിക്കുന്ന ഇന്ധനം പ്രകൃതിവാതകം. ഇത്രയും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. കേരളത്തിലെ ഒന്ന് കായംകുളത്ത് ഉപയോഗിക്കുന്ന ഇന്ധനം ചോദിച്ചാൽ നാഫ്തയാണ്. ജില്ല ചോദിച്ചാൽ ആലപ്പുഴ. ബ്രഹ്മപുരത്ത് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ഡീസലാണ്. ജില്ല ചോദിച്ചാൽ എറണാകുളം. നല്ലളം ഡീസൽ പവർ പ്ലാന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ നല്ലളം ഡീസൽ ആണ് ഇന്ധനം എവിടെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട്. ചീമേനിയിൽ ഇന്ധനം പ്രകൃതിവാതകം, ജില്ല നമ്മുടെ കാസർഗോഡ്. എന്നാൽ ഒരെണ്ണം കൂടെ ഉണ്ട് പഠിക്കാനായിട്ട്, വൈപ്പിൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈപ്പിൻ നമുക്ക് എല്ലാവർക്കും അറിയാം, എറണാകുളം. വൈപ്പിനിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണെന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ്? പ്രകൃതിവാതകം തന്നെയാണ്. അപ്പോൾ വൈപ്പിനിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ചോദിച്ചാലും ഏത് തന്നെയാണ്? പ്രകൃതിവാതകം തന്നെയാണ്. അപ്പോൾ വൈപ്പിനിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ചോദിച്ചാലും പ്രകൃതിവാതകം തന്നെയാണ്. ഓക്കെ, വൈപ്പിനിൽ ഉപയോഗിക്കുന്നതും ഇന്ധനം ഏത് ചോദിച്ചാൽ പ്രകൃതിവാതകം തന്നെയാണ്. എടാ, ഇത്രയാണ് താപവൈദ്യുത നിലയത്തിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഓട്ടിച്ച് പറഞ്ഞുതരാം. താപവൈദ്യുതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏതിൽ നിന്നാണെന്ന് ചോദിച്ചാൽ അത് താപവൈദ്യുതിയിൽ നിന്നാണ്. 70.01% ഇന്ത്യയുടെ വൈദ്യുതി എന്ന് പറയുന്നത് ലഭിക്കുന്നത് ഏതിൽ നിന്നാണ്? താപവൈദ്യുതി. നമ്മൾ അതിന്റെ കൂടെ കമ്പയർ ചെയ്തു. ആ ജ്ഞാനബോർജം എന്ന് പറയുന്നത് വെറും 3%, 3 സംതിങ്ങിൽ നിൽക്കുകയാണ്. എന്നാൽ നമ്മുടെ ജലവൈദ്യുതി 13-ലും നമ്മുടെ താപവൈദ്യുതി 70%-ലാണ് നിൽക്കുന്നത്. അതിന്റെ റേഞ്ച് അങ്ങനെയാണ്. നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും താപവൈദ്യുത നിലയത്തിന് ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ ഇല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം ഇത്രയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രകൃതിവാതകം ഏതാണെന്ന് ചോദിച്ചാൽ പ്രകൃതിവാതകമല്ല, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന താപവൈദ്യുത നിലയത്തിന് ആവശ്യമായ റോ മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് കൽക്കരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപോൽപാദന കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ NTPC ആണ്, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. 1975 നിലവിൽ വന്ന NTPCയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ്. എന്നാൽ NTPCയുടെ അണ്ടറിൽ കേരളത്തിലുമുണ്ട് ഒരു പ്രധാനപ്പെട്ട താപവൈദ്യുത നിലയം. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കായംകുളം താപവൈദ്യുത നിലയം. നമ്മുടെ കേരളത്തിന്റെ സ്വന്തം കായംകുളം NTPC താപനിലയം അല്ലെങ്കിൽ കായംകുളം നാഷണൽ തെർമൽ പവർ പ്ലാന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഈ കായംകുളം NTPCയുടെ പേര് എന്താണെന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്റ്റ് മറ്റൊരു പേര് കൂടെയുണ്ട്. അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ചൂളത്തെരുവ് എന്ന് പറയും. ചൂളത്തെരുവ്. കായംകുളം NTPC താപനിലയ പ്രവർത്തനം ആരംഭിച്ചത് 1990 ജനുവരി 17-നാണെന്ന് പറഞ്ഞു. അതിന്റെ പ്രധാനപ്പെട്ട കപ്പാസിറ്റി, അതിന്റെ വൈദ്യുത ഉൽപാദന ശേഷി എന്ന് പറയുന്നത് 350 മെഗാവാട്ട് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി NTPCയുടെ അതായത് നമ്മുടെ കായംകുളം NTPCയിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ്, അസംസ്കൃത വസ്തുവാണ് നാഫ്ത എന്ന് പറയുന്നത്. നാഫ്ത. ഇനി ഏത് നദിയിലെ ജലമാണ് കായംകുളം പ്രോജക്റ്റിന് കൂളിംഗ് വാട്ടർ ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അച്ചൻകോവിലാറിലെ ജലമാണ്. അച്ചൻകോവിലാറിലെ ജലം. എടാ, NTPCയുടെ കീഴിൽ തന്നെ ഒഴുകുന്ന സോളാർ നിലയം സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാലും അതും കായംകുളത്താണ്. ഓക്കെ, NTPCയുടെ കീഴിൽ ഒഴുകുന്ന സോളാർ നിലയം സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ കായംകുളത്താണ്. ഓക്കെ, NTPCയുടെ കീഴിൽ ഒഴുകുന്ന സോളാർ നിലയം സ്ഥാപിച്ചതും എവിടെയാണ്? കായംകുളത്താണ്. കായംകുളത്ത്. ഓക്കെ, അപ്പോൾ കായംകുളമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ കേരളത്തിലുള്ള മറ്റ് പ്രധാനപ്പെട്ടതുകൂടെ ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞു പോവാം. കേരളത്തിലെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് ബ്രഹ്മപുരവും നല്ലളവും. KSEBയുടെ കീഴിൽ ഉള്ള താപവൈദ്യുത നിലയങ്ങൾക്ക് ഉദാഹരണമാണ് ഏതെന്ന് പറയുന്നത്? ഏതാണ് KSEBയുടെ അണ്ടറിലുള്ള പ്രധാനപ്പെട്ട താപവൈദ്യുത നിലയങ്ങൾ? അതെ, ബ്രഹ്മപുരം താപവൈദ്യുത നിലയവും നല്ലളം ഡീസൽ പവർ പ്ലാന്റും. എടാ, ബ്രഹ്മപുരം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ എറണാകുളത്തും നല്ലളം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടുമാണ്. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ താപവൈദ്യുത നിലയമാണ് ബ്രഹ്മപുരം എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ നല്ലളം എന്ന് പറയുന്നത്. നല്ലളം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. അതുപോലെ പ്രകൃതിവാതകം ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പവർ പ്ലാന്റ് ആണ് ചീമേനി എന്ന് പറയുന്നത്. ചീമേനി എവിടെയാണെന്ന് ചോദിച്ചാൽ കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്കിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഓർക്കാനുള്ളതെന്ന് പറയുന്നത് ഇത് നമ്മുടെ
വേറൊരു കാര്യം പറഞ്ഞത് നമ്മുടെ ഏതാ പറഞ്ഞേ, വൈപ്പിൻ പറഞ്ഞു. വൈപ്പിൻ എവിടെയാണ് പ്രകൃതിവാതകം? വൈപ്പിൻ പ്രകൃതിവാതകം എറണാകുളത്താണ്. വൈപ്പിൻ പ്രകൃതിവാതകം എവിടെയാണെന്ന് ചോദിച്ചാൽ എറണാകുളത്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തോളുക. കായംകുളത്തെ നാൽത്ത, ബ്രഹ്മപുരത്തെ ഡീസല്, നല്ലളത്തെ ഡീസല്, ചീമേനിയിൽ പ്രകൃതിവാതകം, വൈപ്പിനിൽ ഉപയോഗിക്കുന്നതും പ്രകൃതിവാതകം. അതുപോലെ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ തെർമൽ പവർ പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വിന്ധ്യാചൽ തെർമൽ പവർ പ്ലാന്റ് ആണ്. രണ്ടാമത് സ്ഥിതി ചെയ്യുന്നത് മുന്ദ്ര തെർമൽ പവർ പ്ലാന്റ് ആണ്. ഓക്കെ, മുന്ദ്ര തെർമൽ പവർ പ്ലാന്റ് ആണ് മറ്റൊന്നെന്ന് പറയുന്നത്. എന്നാൽ ഇനി വരാൻ പോകുന്ന ഏറ്റവും വലുതെന്ന് പറയുന്നത് പത്രദു തെർമൽ പവർ സ്റ്റേഷൻ ആണ്. പത്രദു തെർമൽ പവർ സ്റ്റേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പത്രദു തെർമൽ പവർ സ്റ്റേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ പത്രദു തെർമൽ പവർ സ്റ്റേഷൻ എവിടെയാണ് വരാൻ പോകുന്നത്? നമ്മുടെ ജാർഖണ്ഡ്. പത്രദു തെർമൽ പവർ സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, പത്രദു തെർമൽ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡ്. ഓക്കെ, കാകതീയ തെർമൽ പവർ പ്രോജക്ട് എവിടെയാ? കാകതീയ തെർമൽ പവർ പ്രോജക്ട് എവിടെയാണെന്ന് വെച്ചാൽ തെലങ്കാനയാണ്. എന്നാൽ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡിന്റെ ആദ്യ 800 മെഗാവാട്ട് വരുന്ന പ്രൊഡക്ഷൻ അവർ തുടങ്ങിയത് ഏത് പ്ലാന്റിൽ നിന്നാണെന്ന് ചോദിച്ചാൽ നമ്മുടെ റെയ്ച്ചൂർ ആണ്. റെയ്ച്ചൂർ ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. റെയ്ച്ചൂർ എവിടെയാണെന്ന് ചോദിച്ചാൽ കർണാടകയിൽ. ഓക്കെ, അതുപോലെ തന്നെ ദുവാരൻ തെർമൽ പവർ പ്ലാന്റ് എവിടെയാണ്? എവിടെയാണെന്ന് ചോദിച്ചാലും ഗുജറാത്തിലാണ്. അതുപോലെ ബക്സാറും അതുപോലെ ഖുർജയും. ബക്സാർ ബീഹാറിലും ഖുർജ ഉത്തർപ്രദേശിലുമാണ്. ഓക്കെ, അതുപോലെ കോർബ താപവൈദ്യുത നിലയവും സിപ്പാറ്റ് താപവൈദ്യുത നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഛത്തീസ്ഗഡ്. ഓക്കെ അല്ലേ? ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അതുപോലെ ഹെവി വാട്ടർ ഉപയോഗിക്കുന്നത് ചമ്പൽ നദിയിലുള്ള ഹെവി വാട്ടർ ഉപയോഗിക്കുന്ന താപവൈദ്യുത നിലയം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കോട്ടയാണ്. കോട്ട എവിടെയാണെന്ന് വെച്ചാൽ രാജസ്ഥാൻ. ഓക്കെ, ഇത്ര ഓക്കെ അല്ലേ? ഓക്കെ, എടാ നമ്മുടെ റെയ്ച്ചൂർ എന്ന് പറയുന്നത് ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡിന്റെയാണ്. ഓക്കെ, ഭാരത് ഹെവി ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിന്റെയാണ് റെയ്ച്ചൂർ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ കർണാടകയാണ്. ഈ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഭെല്ലിന്റെ ആദ്യത്തെ തെർമൽ പവർ പ്ലാന്റ് ആണ് ഈ റെയ്ച്ചൂർ എന്ന് പറയുന്നത്. അതിന്റെ പ്രൊഡക്ഷൻ ഏകദേശം 800 മെഗാവാട്ടാണ്. അതിന്റെ കപ്പാസിറ്റി 800 മെഗാവാട്ടാണ്. ഓക്കെ, 800 മെഗാവാട്ട്. ഓക്കെ, എടാ ഇതുവരെ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? എടാ എന്റെ സ്പീഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. കുർജ എവിടെയാ? കുർജ ഉത്തർപ്രദേശിലാ. ബുക്സാർ എവിടെയാണെന്ന് ചോദിച്ചാൽ ബീഹാറാ. എടാ താപവൈദ്യുത നിലയം ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണോ? എങ്കിൽ ഒന്നുകൂടെ ഒട്ടിച്ച് പറഞ്ഞുതരാം. താപവൈദ്യുത നിലയത്തിൽ നിന്ന് ഒരു ചോദ്യം വരാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ആർക്കും വേണ്ടല്ലോ. ഓക്കെ, അഖില ഒന്നുകൂടെ പറയണമെന്നാണ് അഖില പറഞ്ഞേ. അല്ല സർ, ക്ലിയർ ആയി. ഓക്കെ. എടാ അപ്പൊ ഇത്രയാണ് നമുക്ക് താപവൈദ്യുത നിലയമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കാനുള്ള കാര്യം. കേരളത്തിലെ താപവൈദ്യുത നിലയങ്ങൾ ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ ഇന്ത്യയിലെ താപവൈദ്യുത നിലയങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കിയത്. ഓക്കെ, അപ്പോൾ ഈ താപവൈദ്യുത നിലയം നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ഏതിൽ നിന്നാണെന്ന് ചോദിച്ചാൽ അത് താപവൈദ്യുത. കേട്ടില്ലടാ. വിന്ധ്യാചൽ പവർ പ്ലാന്റ്. വിന്ധ്യാചൽ എന്ന് പറയുന്ന മധ്യപ്രദേശിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയമാണ് വിന്ധ്യാചൽ തെർമൽ പവർ സ്റ്റേഷൻ, മധ്യപ്രദേശ്. രണ്ടാമത്തതാണ് മുന്ദ്ര തെർമൽ പവർ സ്റ്റേഷൻ, ഗുജറാത്ത്. ഓക്കെ, മുന്ദ്ര തെർമൽ പവർ സ്റ്റേഷൻ ഗുജറാത്ത്. എന്നാൽ ഇനി വരാൻ പോകുന്ന ഏറ്റവും വലുത് ചോദിച്ചാൽ അതാണ് പത്രദു തെർമൽ പവർ സ്റ്റേഷൻ. പത്രദു വിദ്യുത് ഉൽപാദൻ നിഗം ലിമിറ്റഡ് ആണ് അതിന്റെ മുഴുവൻ പേരെന്ന് പറയുന്നത്. ജാർഖണ്ഡിലാണ് വരാൻ പോകുന്നത്, ജാർഖണ്ഡിൽ. ഓക്കെ, എടാ നമ്മളിപ്പോ പറഞ്ഞത് താപവൈദ്യുത നിലയം പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ ആണവോർജവും പറഞ്ഞു.
എടാ കേരളത്തിലെ ഒരു പോയിന്റ് കൂടെ അഡീഷണൽ നമ്മൾ ചോദ്യം വരാൻ സാധാരണ സ്ഥിരം വരുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ചോദ്യമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിലയം വന്നത് എവിടെയാണ്? വിഴിഞ്ഞം. 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 ഓക്കെ, അത് ഒരു പഴയ ചോദ്യമാണ്. ഓക്കെ എടാ, ഒരു കാര്യം കൂടെ, നമ്മുടെ കേരളത്തിൽ പാരമ്പര്യേതര ഊർജ്ജ വികസനത്തിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ സോളാറും നമ്മുടെ കാറ്റാടി യന്ത്രങ്ങളും മറ്റുമൊക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്വതന്ത്രാധിഷ്ഠിതമായിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട്. അതിന്റെ പേരറിയാമോ? തിരുവനന്തപുരത്ത് ആസ്ഥാനം. സോളാർ അനർട്ട്. എടാ അനർട്ട് ഓർത്തോളണം. അനർട്ട് എന്നാണ് ഫോം ചെയ്തതെന്ന വർഷം കൂടെ ഓർത്തു വെച്ചോളണം. 1986 അനർട്ട് വരുന്നത്. 1986, 1986. ഓക്കെ, അനർട്ടിന്റെ ഫുൾ ഫോം ചോദിച്ചാൽ ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി. ഓക്കെ, അനർട്ട് എന്ന് പറയുന്നത് ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി. ഓക്കെ എടാ, ഈ അനർട്ടാണ് എന്ത് പറയുന്നത്, നമ്മുടെ സോളാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം എന്ത് കൊടുക്കുന്നത്? പ്രധാനമായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള സബ്സിഡിയും ഗവൺമെന്റ് മുഖേന സബ്സിഡിയൊക്കെ ഉണ്ട് നമുക്ക് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുമ്പോഴൊക്കെ. അപ്പൊ അതൊക്കെ വരുന്നത് ഈ അനർട്ടിന്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ എടാ, നമ്മുടെ കേരള KSEB എന്നാ നിലവിൽ വന്നേ? KSEB 1965. 1957. 1967 57? 1957. 57 സർ. ഓക്കെ 1957 മാർച്ച് 31 വരുന്നത്. മാർച്ച് 31. ഓക്കെ എടാ, കേരള സംസ്ഥാന വൈദ്യുത ബോർഡ് രൂപീകരിച്ച ഒരു ബില്ലിംഗ് സംവിധാനമുണ്ട്. അതും പഴയ നമ്മുടെ PSCയുടെ PQ തന്നെയാണ്. ഒരുമ. എടാ, ഒരുമയുടെ ഫുൾ ഫോം അറിയാമോ? ഒരുമ ORUMA, അത് തന്നെയാണ് സ്പെല്ലിംഗ്. ഒരുമയുടെ ഫുൾ ഫോം ഓപ്പൺ റിസോഴ്സ് ആൻഡ് യൂട്ടിലിറ്റി മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഓപ്പൺ റിസോഴ്സ് ആൻഡ് യൂട്ടിലിറ്റി മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. ഓപ്പൺ റിസോഴ്സ് ആൻഡ് യൂട്ടിലിറ്റി മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ, ഒരുമ. ഓക്കെ, അവിടെ അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട്സിലോട്ട് കിടക്കാം. ഓക്കെ സർ, അനർട്ടിന്റെ ഫുൾ ഒന്നുകൂടെ പറയാവോ? ഇടയ്ക്ക് നെറ്റ് കട്ടായി ക്ലിയർ ആയില്ല. ഓക്കെ എടാ, അനർട്ട് എന്ന് പറയുന്നത് 1986 വന്നത്. ആസ്ഥാനം ചോദിച്ചാൽ തിരുവനന്തപുരം. ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി. ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി. ഓക്കെ ഒരുമയുടെ ഫുൾ ഫോം അറിയാലോ? ഓപ്പൺ റിസോഴ്സ് ആൻഡ് യൂട്ടിലിറ്റി മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. സാർ, ഈ അനർട്ടുമായിട്ട് ബന്ധപ്പെട്ട പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എടാ, അനർട്ടിന്റെ ആസ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലാതെ ആയിട്ട് അനർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചോദ്യം വന്നിട്ടില്ല. അനർട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത. അനർട്ടിന്റെ ആസ്ഥാനവും വർഷവും. ഓക്കെ, ചോദിച്ചിട്ടുള്ളത് ഒരുമ ചോദിച്ചിട്ടുണ്ട്. ഒരുമ. അനർട്ട് എവിടെയാണ് ആസ്ഥാനം എന്നും ചോദിച്ചിട്ടുണ്ട് PSC. ഓക്കെ അല്ലേ, നമുക്ക് അടുത്തതിലോട്ട് പോകാലോടാ. ഓക്കെ എടാ, അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ജലവൈദ്യുത പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ജലവൈദ്യുത പദ്ധതികളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഊഹിക്കാൻ, ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറയുമ്പം കുറെ പേരുകൾ തന്നെയാണ്. അത് ഏത് സംസ്ഥാനമാണ്, ഏത് നദിയാണ്, ഇതൊക്കെ തന്നെയാണ് അതിൽ പ്രധാനമായിട്ടും വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ആൾറെഡി റിവേഴ്സ് പഠിച്ച സമയത്ത് പഠിച്ചതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ എടാ, ജലവൈദ്യുത പദ്ധതിയിൽ ഓർക്കാനുള്ള കാര്യം ഇത്രയാണ്. ഒന്നെന്ന് പറയുന്നത് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1975 നിലവിൽ വന്നത്. 1975 നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ നിലവിൽ വരുന്നത്. ഓക്കെ, നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1975. എവിടെയാണെന്ന് ചോദിച്ചാൽ ഹരിയാനയിലാണ്. ഹരിയാനയാണ് ആസ്ഥാനം. ഓക്കെ, നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ ഹരിയാനയാണ്. 1975. എടാ, നമ്മുടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റും അതുപോലെ തന്നെ തെർമൽ പവർ പ്ലാന്റും ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, തെർമൽ പവർ സ്റ്റേഷൻ ഒരുപാടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു.
അതുപോലെ തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ ഓരോ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കുറേ സംസ്ഥാനങ്ങൾ നോക്കുന്ന സമയത്ത് ആ സംസ്ഥാനങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പലതും പല എനർജി റിസോഴ്സസിനെ ആയിരിക്കും. നമ്മുടെ കേരളം തന്നെ എടുക്കുകയാണെങ്കിൽ കേരളത്തിനകത്ത് തെർമൽ പവർ പ്ലാന്റും ഉണ്ട്, അതുപോലെ തന്നെയാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റും. പക്ഷേ കേരളം കൂടുതൽ ഡിപ്പെൻഡ് ആയിരിക്കുന്നത് എന്തിനോടാണെന്ന് ചോദിച്ചാൽ ജലവൈദ്യുതിയിൽ നിന്നാണ്. ജലത്തിൽ നിന്നുള്ള വൈദ്യുതിയിൽ നിന്നാണ് കേരളം കൂടുതലും ഡിപ്പെൻഡ് ആയിരിക്കുന്നത്. അതാണ് ഓരോ സംസ്ഥാനങ്ങളുടെ പ്രത്യേകത. അതായത് ജലവൈദ്യുത പദ്ധതികൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഹിമാചൽ പ്രദേശ്, കർണാടക, കേരള, അതുപോലെ സിക്കിം, ജമ്മു കാശ്മീർ, ഈ സംസ്ഥാനങ്ങളെല്ലാം മെയിനായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ജലവൈദ്യുത പദ്ധതികളിൽ നിന്നാണ്. എന്നാൽ തമിഴ്നാട് എടുക്കുകയാണ്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവർ കാറ്റിൽ ഒരുപാട് ഡിപ്പെൻഡബിൾ ആണ്. അതുപോലെ പല എനർജി റിസോഴ്സസും അവർ ഉപയോഗിക്കുന്നുണ്ട്. ന്യൂക്ലിയർ പവർ പ്ലാന്റ് അവർക്കുണ്ട്. 2 ന്യൂക്ലിയർ പവർ പ്ലാന്റ് തമിഴ്നാട്ടിനുണ്ട്. അപ്പം അതുകൊണ്ട് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ആണവോർജ്ജമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ എന്തിനുണ്ട്, ഈ ഓരോ എനർജി റിസോഴ്സിനും സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ കേരളം പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിലാണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1975. ഓക്കെ, ഇന്ത്യയിൽ എത്ര ശതമാനമാണ് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ചോദിച്ചാൽ 13%. 13.04 ആക്യുറേറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ഏകദേശം ഈ ജലവൈദ്യുതിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എനർജി എന്ന് പറയുന്ന 43,000 മെഗാവാട്ടാണ് വൈദ്യുതി ഉൽപ്പാദനം എന്ന് പറയുന്നത്, ജലത്തിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം എന്ന് പറയുന്നത്. ഓക്കെ, അത്രത്തോളം വലിയൊരു എമൗണ്ട് ആണ്. പക്ഷെ അതെന്താണ്, വെറും 13% ആകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 70% താപവൈദ്യുതം എന്ന് പറയുന്നത് എത്രത്തോളം വലുതായിരിക്കും അതിന്റെ വാല്യൂ എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. ഓക്കെ, എടാ ഇന്ത്യയിലെ ആദ്യമായി വൈദ്യുതി ഉൽപാദന വിതരണം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ സിന്ത്രാപോങ് ആണ്. സിന്ത്രാപോങ് ജലവൈദ്യുത നിലയമാണ്. സിന്ത്രാപോങ് എവിടെയാണ്? സിന്ത്രാപോങ് എവിടെയാ? നമ്മൾ പറഞ്ഞതില്ലേ സിന്ത്രാപോങ് മുമ്പ്? ഡാർജിലിംഗ്. സിന്ത്രാപോങ് ഡാർജിലിംഗ് ആണ്, വെസ്റ്റ് ബംഗാൾ. 1897 വരുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് വൈദ്യുത ഉൽപാദന വിതരണം നടന്നത് സിന്ത്രാപോങ് ജലവൈദ്യുത നിലയത്തിൽ നിന്നാണ്. സിന്ത്രാപോങ് ജലവൈദ്യുത നിലയത്തിൽ നിന്നാണ്. അതിന്റെ സ്ഥലം ചോദിച്ചാൽ വെസ്റ്റ് ബംഗാൾ ആണ്. വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് ആണ്. ഡാർജിലിംഗ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ മേജർ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ശിവസമുദ്രം. എടാ, നിങ്ങൾ ചില സമയങ്ങളിൽ എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് സിന്ത്രാപോങ് ഉത്തരം കാണത്തില്ല. ഓപ്ഷനകത്ത് ഏതേ ചിലപ്പോൾ കാണത്തുള്ളൂ, ശിവസമുദ്രമേ കാണത്തുള്ളൂ. നിങ്ങൾ കൺഫ്യൂഷൻ ആകണ്ട. സിന്ത്രാപോങ് ഇല്ലെങ്കിൽ ശിവസമുദ്രം, ഉണ്ടെങ്കിൽ സിന്ത്രാപോങ്. സിന്ത്രാപോങ് എന്ന് പറയുന്നത് കുറച്ച് പവറൊക്കെ കുറഞ്ഞ് ചെറിയ ഒരു ടൈപ്പ് ആയിരുന്നു. അതുകൊണ്ടാണ് സിന്ത്രാപോങ് അവരങ്ങനെ കണക്കൂട്ടാത്തത്. ഇന്ത്യയിലെ ആദ്യത്തെ മേജർ ജലവൈദ്യുത പദ്ധതി എന്ന് നമുക്ക് അതുകൊണ്ട് എന്തിനെ വിളിക്കാം? ശിവസമുദ്രത്തെ വിളിക്കാം. ശിവസമുദ്രം കാവേരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശിവസമുദ്രം. എടാ, ശിവസമുദ്രം ഏത് സംസ്ഥാനത്താ? കർണാടക. ഓക്കെ, ഏതാണ് വർഷം? 1902 ശിവസമുദ്രം വരുന്നത്. ഓക്കെ, ശിവസമുദ്രം കാവേരി നദി, സംസ്ഥാനം ചോദിച്ചാൽ കർണാടക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഒന്നുകൂടെ പറയാം. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1975. ആസ്ഥാനം ഹരിയാനയിലാണ്. ഇന്ത്യയിൽ ആകെ സ്ഥാപിത ശേഷി എന്ന് പറയുന്നത് 13% ഉള്ളൂ. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ വൈദ്യുത ഉൽപാദന വിതരണം നടന്നത് സിന്ത്രാപോങ് ജലവൈദ്യുത നിലയത്തിലാണ്. ഡാർജിലിംഗ് ആണ്, വെസ്റ്റ് ബംഗാളില്. ഇന്ത്യയിലെ ആദ്യത്തെ മേജർ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് ശിവസമുദ്രമാണ്. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ 1975 ഹരിയാന. അത് വിട്ടുപോകരുത്. ഓക്കെ, എടാ, ഇത്രയാണ് പ്രധാനമായിട്ടും അതിൽ ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ്. എടാ, ഇനി നമുക്ക് വേണ്ടത് ശിവസമുദ്രം ഒന്നുകൂടെ പറയാമോ? എടാ, കേട്ടില്ല. ഓക്കെ, എടാ, സിന്ത്രാപോങ് എന്ന് പറയുന്നത് ഏത് നദി ആണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ലടാ. ഞാൻ നോക്കിയിട്ടൊന്ന് പറയാം ഏത് നദിയാണെന്ന്. ഓക്കെ, അത് ഒരു ചെറുതായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തതായി സിന്ത്രാപോങ് എന്ന് പറയുന്നത്. ഓക്കെ, എടാ, ഇന്ത്യയിലെ ആദ്യത്തെ മേജർ ജലവൈദ്യുത പദ്ധതിയാണ്. ശിവസമുദ്രം എന്ന് പറഞ്ഞുതരാമോ? പറയാം. ഇന്ത്യയിലെ ആദ്യത്തെ മേജർ ജലവൈദ്യുത പദ്ധതിയാണ് ശിവസമുദ്രം. ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ കാവേരി നദിയിലാണ്. 1902 ശിവസമുദ്രം വരുന്നത്. എടാ, മുമ്പ് PSC ചോദിക്കും ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിക്കുമ്പോൾ നമ്മളെല്ലാവരും ശിവസമുദ്രം എഴുതുന്നത്. പക്ഷെ ആദ്യ മേജർ ജലവൈദ്യുത പദ്ധതിയാണ് ശിവസമുദ്രം. നമ്മുടെ സിന്ത്രാപോങ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ എന്തോ വന്നതാണ്. ഓക്കെ,
അധികം അങ്ങനെ PSC ഒന്നും ചോദിച്ചിട്ടുള്ള ചോദ്യമല്ല ഈ സിന്ദ്രാപ്പോങ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മേജർ ജലവൈദ്യുത പദ്ധതിയാണ് ശിവസമുദ്രം. കാവേരി നദിയിലാണ് 1902 വന്നത്. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? നമുക്ക് അടുത്തിലോട്ട് പോകാലോ. എടാ, ഇനി പറയാൻ പോകുന്നത് കുറേ അണക്കെട്ടുകളുടെ പേരാ. ഇനി ഈ അണക്കെട്ടുകൾ ഏത് സംസ്ഥാനത്താണെന്നും ഏത് നദിയിലാണെന്നും പഠിക്കണം. ഓക്കെ, അത് കുറച്ച് കൂടുതലുണ്ട്, നമുക്കത് എന്തായാലും നോക്കിയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേൾക്കുക, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയും. നിങ്ങൾക്ക് വിട്ടുപോയി, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് അല്ലെങ്കിൽ നിങ്ങൾ അധികം ശ്രദ്ധിക്കപ്പെടാത്തത്, നിങ്ങൾക്ക് മറന്നു പോകുന്നു തോന്നുന്നവ മാത്രം നിങ്ങൾ എഴുതിയെടുക്കുക. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. കാരണം വീണ്ടും നിങ്ങൾ എഴുതിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നിങ്ങൾക്ക് ആളുകളെ അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, എടാ, നമ്മുടെ തെലങ്കാനയിലുള്ളതാണ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഉസ്മാൻ സാഗർ. ഉസ്മാൻ സാഗർ ഏത് നദിയാണ്? ഉസ്മാൻ സാഗർ മൂസിയാണ്. ഉസ്മാൻ സാഗർ നദി ചോദിച്ചാൽ മൂസിയാണ്. ഉസ്മാൻ സാഗർ നദി ചോദിച്ചാൽ മൂസിയാണ്. അതുപോലെ തെലങ്കാനയിലെ മഞ്ചീര നദിയിലുള്ളതാണ് നിസാം സാഗർ. നിസാം സാഗർ തെലങ്കാന മഞ്ചീര. ഓക്കെ, നിസാം സാഗർ തെലങ്കാന മഞ്ചീര. ഉസ്മാൻ സാഗർ ചോദിച്ചാൽ മൂസി തെലങ്കാന. ഉസ്മാൻ സാഗർ ചോദിച്ചാൽ മൂസി തെലങ്കാന. നിസാം സാഗർ ചോദിച്ചാൽ മഞ്ചീര തെലങ്കാന. തെലങ്കാന. ഓക്കെ, അതുപോലെ കൃഷ്ണരാജസാഗർ കർണാടകയിലാണ്. കൃഷ്ണരാജസാഗറിന്റെ മറ്റൊരു പേരുണ്ട്, അത് നമ്മൾ പറഞ്ഞതാണ്. കൃഷ്ണരാജസാഗറൊക്കെ വിശ്വേശ്വരയ്യ ഡാം. കൃഷ്ണരാജസാഗർ ഡാമിന്റെ മറ്റൊരു പേരാണ് വിശ്വേശ്വരയ്യ ഡാം. ഓക്കെ, എടാ, ഭദ്ര ഡാം എവിടെയാണ്? ഭദ്ര നദിയിലാണ്. ഭദ്ര ഡാം കർണാടകയിലാണ്. ഭദ്ര ഡാമും കർണാടക. അലമാട്ടി ഡാം എവിടെയാണ്? കൃഷ്ണയാണ്. അലമാട്ടി ഡാം കൃഷ്ണയാണ്. അലമാട്ടി ഡാമും എവിടെയാണ്? കർണാടക. ഓക്കെ, ഇനി ശ്രീശൈലം എവിടെയാണ്? ശ്രീശൈലം എവിടെയാണെന്ന് ചോദിച്ചാൽ ശ്രീശൈലം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശാണ്. ശ്രീശൈലം ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ കൃഷ്ണയിലാണ്. കൃഷ്ണയിൽ. ഓക്കെ, നാഗാർജുന സാഗർ എവിടെയാണ്? നാഗാർജുന സാഗർ കൃഷ്ണയിലാണ്. എടാ, പ്രാചീന ബുദ്ധമത പണ്ഡിതനായ നാഗാർജുനന്റെ പേരിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് നാഗാർജുന സാഗർ ഡാം എന്ന് പറയുന്നത്. ഓക്കെ, നാഗാർജുന സാഗർ ഡാം എന്ന് പറയുന്നത് ആന്ധ്രയുടെയും തെലങ്കാനയുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് കൂടെയാണ് ഏതെന്ന് പറയുന്നത്? നാഗാർജുന സാഗർ അണക്കെട്ട് എന്ന് പറയുന്നത്. ജലസേചനവും വൈദ്യുത ഉൽപാദനം രണ്ടും ലക്ഷ്യമിടുന്ന ഒരു ജലസംഭരണിയാണ് അല്ലെങ്കിൽ അണക്കെട്ടാണ് ഏതെന്ന് പറയുന്നത്? നാഗാർജുന സാഗർ അണക്കെട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പ്രാചീന ബുദ്ധമത പണ്ഡിതനായ നാഗാർജുനന്റെ പേരിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ഏതെന്ന് പറയുന്നത്? നാഗാർജുന സാഗർ ഡാം എന്ന് പറയുന്നത്. നാഗാർജുന സാഗർ ഡാം. ഓക്കെ, ഈ നാഗാർജുന സാഗർ ഡാം ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ കൃഷ്ണ നദിയിലാണ്. ആന്ധ്രാപ്രദേശ് തെലങ്കാന ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അണക്കെട്ടാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ നാഗാർജുന സാഗർ പദ്ധതി എന്ന് പറയുന്നത്. 1955 നാഗാർജുന സാഗർ ഒക്കെ വരുന്നത്. ഓക്കെ, വർഷമൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ നാഗാർജുന സാഗർ ഓർത്തോളം. അതുപോലെ തന്നെ ശ്രീശൈലം പദ്ധതി ഓർത്തോളം. ശ്രീശൈലം കൃഷ്ണ ആന്ധ്രാപ്രദേശാണ്. അതുപോലെ നിസാം സാഗർ പറഞ്ഞു, മഞ്ചീര തെലങ്കാനയാണെന്ന് പറഞ്ഞു. അതുപോലെ ഉസ്മാൻ സാഗർ മൂസി തെലങ്കാനയാണെന്ന് പറഞ്ഞു. കൃഷ്ണരാജസാഗർ കാവേരി കർണാടക. അതുപോലെ അലമാട്ടി ഡാം കൃഷ്ണ കർണാടക. ഓക്കെ, അതുപോലെ ഭദ്ര ഡാം ചോദിച്ചാലും കർണാടകയാണ്. ഭദ്ര ഡാം കർണാടകയാണ്. ഓക്കെ, ഭദ്ര ഡാം ഏത് റിവറിലാണ്? ഭദ്രയിൽ തന്നെയാണ്. ഭദ്ര നദിയിലാണ് ഭദ്ര ഡാം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, എടാ, കൊയ്ന ഡാം ഏത് സംസ്ഥാനത്താ? മഹാരാഷ്ട്ര. കൊയ്ന ഡാം മഹാരാഷ്ട്ര. നമ്മൾ കൊയ്ന ഡാമും പറഞ്ഞതാണ്. കൊയ്ന ഡാം എവിടെയാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാണ് കൊയ്ന ഡാം.
എടാ പ്രവര ചോദിച്ച പ്രവര ഗോദാവരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്ന പ്രവര ഡാം. പ്രവര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയിലാണ്. ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്ര. പ്രവര മഹാരാഷ്ട്ര ഗോദാവരി നദി. പ്രവര മഹാരാഷ്ട്ര ഗോദാവരി നദി. അതുപോലെ ഉജ്ജാനി ഉണ്ട്. ഉജ്ജാനി ഡാം. ഉജ്ജാനി സ്ഥിതി ചെയ്യുന്നത് ഭീമ നദിയിലാണ്. ഭീമ മഹാരാഷ്ട്രയിൽ തന്നെയാണ്. ഭീമ മഹാരാഷ്ട്രയിലാണ് ഉജ്ജാനി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഉജ്ജാനി. സർ കൊയ്ന ഏത് നദിയാണ്? കൊയ്ന നദിയിൽ തന്നെയാണ്. കൊയ്ന നദിയിൽ തന്നെയാണ്. ഓക്കെ എടാ, ഈ കൊയ്നയൊന്നും നദി നിങ്ങളോട് ചോദിക്കത്തില്ല. കാരണം നിങ്ങൾക്ക് നദി പെട്ടെന്ന് അറിയാൻ പറ്റും. കൊയ്നയൊക്കെ ഏത് സംസ്ഥാനം എന്നായിരിക്കും നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, മേട്ടൂർ ഡാം എവിടെയാണ്? മേട്ടൂർ ഡാം തമിഴ്നാടാണ്. കാവേരി നദിയിലാണ് മേട്ടൂർ ഡാം സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട് നദി മേട്ടൂർ ഡാം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്. കാവേരി നദി. ഓക്കെ എടാ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. ശ്രീശൈലം സ്ഥിതി ചെയ്യുന്നത് ശ്രീശൈലവും അതുപോലെ തന്നെ നാഗാർജുന സാഗറും സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണയിലാണ്. കൃഷ്ണ ആന്ധ്രാപ്രദേശ്. അതുപോലെ നിസാം സാഗർ ഉസ്മാൻ സാഗറും തെലങ്കാനയാണ്. നിസാം സാഗർ മഞ്ചീരയാണ്. ഉസ്മാൻ സാഗർ മൂസി തെലങ്കാനയാണ്. അതുപോലെ കൃഷ്ണരാജസാഗർ ചോദിച്ചാൽ കാവേരി കർണാടകയാണ്. അലമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ കർണാടകയിലാണ്. ഭദ്ര ഡാം സ്ഥിതി ചെയ്യുന്നത് ഭദ്ര കർണാടകയിലാണ്. ഭദ്ര നദി കർണാടകയാണ്. ഭദ്ര ഡാം സ്ഥിതി ചെയ്യുന്നത് ഭദ്ര നദി കർണാടകയിലാണ്. ഓക്കെ, അതുപോലെ നമ്മൾ പറഞ്ഞത് ഉജ്ജാനിയാണ്. ഉജ്ജാനി സ്ഥിതി ചെയ്യുന്നത് ഭീമ നദി മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ. ഓക്കെ, അതുപോലെ മേട്ടൂർ ഡാം സ്ഥിതി ചെയ്യുന്നത് കാവേരി തമിഴ്നാടാണ്. എടാ, പഞ്ചാബിലെ രവി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാം ഏതാണ്? ഓർമ്മയുണ്ടോ? പഞ്ചാബിലെ രവി മറ്റൊരു പേരുടെ ഉണ്ട്, രഞ്ജിത് സാഗർ ഡാം എന്നറിയപ്പെടും. ഏതാണെടാ? തെയിൻ. പോങ് അല്ല ശ്രീതി, തെയിനാണ്. തെയിൻ ഡാം. ഓക്കെ, പോങ് ഡാം പറഞ്ഞുണ്ട്. ഓക്കെ, തെയിൻ ഡാം, രഞ്ജിത് സാഗർ ഡാം അല്ലെങ്കിൽ തെയിൻ ഡാം. ഓക്കെ, രഞ്ജിത് സാഗർ ഡാം അല്ലെങ്കിൽ തെയിൻ ഡാം എവിടെയാണെന്ന് ചോദിച്ചാൽ രവി പഞ്ചാബാണ്. ഓക്കെ, രവി പഞ്ചാബ്. എടാ, ഗാന്ധിസാഗർ ഡാം എവിടെയാണ്? ഗാന്ധിസാഗർ ഡാം ചമ്പൽ നദിയാണ്. ഗുജറാത്ത് അല്ല കേട്ടോ, ഗാന്ധിസാഗർ ചമ്പൽ മധ്യപ്രദേശാണ്. ഗാന്ധിസാഗർ ചമ്പൽ മധ്യപ്രദേശാണ്. ഓംകാരേശ്വറും പറഞ്ഞതാണ്, നർമ്മദ മധ്യപ്രദേശ്. മഹേശ്വർ ഡാം നമ്മൾ പറഞ്ഞതാണ്, നർമ്മദ മധ്യപ്രദേശ്. ഇന്ദിരാസാഗർ ഡാമും നർമ്മദ മധ്യപ്രദേശാണ്. ബാർണയും നർമ്മദ മധ്യപ്രദേശാണ്. താവ ഡാമും താവ നദി മധ്യപ്രദേശാണ്. താവ നദി മധ്യപ്രദേശാണ്. ഓക്കെ, സർ ഓംകാരേശ്വർ എന്ന് പറയാമോ? ഓംകാരേശ്വർ നർമ്മദ മധ്യപ്രദേശ്. എടാ, നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടോ? എന്നാ ഞാൻ പറഞ്ഞുതരാം. സർ ഗാന്ധിസാഗർ നദി. എടാ, ഗാന്ധിസാഗർ ചമ്പലിലാടാ. ഗാന്ധിസാഗർ മധ്യപ്രദേശില, ചമ്പലാണ്. ഓക്കെ എടാ, ഗോവിന്ദ വല്ലഭ പന്ത് സാഗർ ഏത്? റിഹാന്ത് ഉത്തർപ്രദേശിലാണ് ഗോവിന്ദ വല്ലഭ പന്ത് സാഗർ. റീസെന്റ് ആയിട്ട് നടന്ന ഒരു PQ ക്വസ്റ്റ്യൻ ആണ്. തപോവൻ വിഷ്ണുഘാത്ത് ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനമാണ്?
തപോവൻ, വിഷ്ണുഘാട്ട്. തപോവൻ ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ് അഖില പറഞ്ഞു. ഓക്കെ. തപോവൻ തപോവൻ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിൽ. ഓക്കെ. തപോവൻ വിഷ്ണുഖണ്ഡ് ചോദിച്ചാൽ ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. എടാ അത് നമ്മുടെ ഉത്തരാഖണ്ഡിലെ ചമോലി എന്ന് പറയുന്ന ഡിസ്ട്രിക്ട്, അതായത് ധൗളിഗംഗ എന്ന് പറയുന്ന നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ധൗളിഗംഗ എന്ന് പറയുന്ന നദിയിൽ. ഇത് നമ്മുടെ തപോവൻ നദി നിങ്ങൾ പഠിക്കണമെന്നില്ല. തപോവൻ ഏത് സംസ്ഥാനം എന്ന് ഓർത്താൽ മതി. ഉത്തരാഖണ്ഡ്. ഉമിയാം എവിടെയാണ്? ഉമിയാം. ഉമിയാമും നമ്മൾ പറഞ്ഞതാണ്. ഉമിയാം. ഉമിയാം ഉമിയാം മേഘാലയ. ഉമിയാം മേഘാലയ. ബഗ്ലിഹാർ ഡാമോ? ബഗ്ലിഹാർ ഡാം കാശ്മീർ. ജമ്മു കാശ്മീർ. ഏത് നദിയിലാ? ചിനാബില്. ഉറിയോ? ഉറി ഏത് നദിയിലാ? ഉറി ജലം. ഏത് സംസ്ഥാനത്താ ഉറി? ജമ്മു കാശ്മീർ. ഓക്കെ. എടാ കീർത്തായി ഡാം. എടാ കീർത്തായി ഡാമും ചെനാബിലാണ്, ജമ്മു കാശ്മീരാണ്. കീർത്തായി ഡാമും ചെനാബിലാണ്, ജമ്മു കാശ്മീരാണ്. കീർത്തായി ഡാമും ചിനാബ്, ജമ്മു കാശ്മീർ. പോങ് ഡാം ചോദിച്ചാലും ഹിമാചൽ പ്രദേശിലാണ് പോങ് ഡാം. ബിയാസ് നദിയിലാണ് പോങ് ഡാം സ്ഥിതി ചെയ്യുന്നത്. മഹാറാണ പ്രതാപ് സാഗർ ഡാം എന്നും അറിയപ്പെടും. മഹാറാണ പ്രതാപ് സാഗർ ഡാം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പോങ് ഡാമാണ്. പോങ് ഡാം. എടാ കാക്രപ്പാറ, കക്കട്, ഉക്കായി ഇത് എവിടെയാണ്? കാക്രപ്പാറ, കക്കട്, ഉക്കായി ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഏതൊക്കെ നദിയിലാണ്? കക്കടും ഉക്കായിയും എല്ലാം താപ്തിയിലാണ്. താപ്തി. ഓക്കെ. കക്കട്, ഉക്കായി, കാക്രപ്പാറ. കക്കട്, ഉക്കായി, കാക്രപ്പാറ. ഗുജറാത്ത് താപ്തി. കക്കട്, ഉക്കായി, കാക്രപ്പാറ. കിഷൻഗംഗ ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് കിഷൻഗംഗ ജലവൈദ്യുത പദ്ധതി. കിഷൻഗംഗ ജലവൈദ്യുത പദ്ധതി എവിടെയാണെന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീരിലാണ്. ഓക്കെ. എടാ ഈ കിഷൻഗംഗയും ഗോവിന്ദ വല്ലഭ പന്ത് അതെന്ന് പറയാം. ഗോവിന്ദ വല്ലഭ പന്ത് സാഗറിനെ പറ്റി എന്ന് പറഞ്ഞില്ലേ? എടാ അത് റിഹാന്ത് നദിയില. റിഹാന്ത് ഉത്തർപ്രദേശില. ഉത്തർപ്രദേശ്. ഓക്കെ. എടാ എത്രണ്ണോ എടാ? ഉറി ജലം നദിയിലാണ്. ഉറി ജലം നദിയിൽ. സീമ ഉറി ജലം നദിയിലാണ്. ജമ്മു കാശ്മീരിലാണ് ഉറി. അതുപോലെ ജാർഖണ്ഡിലെ സുവർണരേഖ നദിയിലൊരു ഡാമാണ് ദുർവ ഡാം. ഓക്കെ. എടാ റിഹാന്തുമായിട്ട് ബന്ധപ്പെട്ട് ദുർവ ഡാം സ്ഥിതി ചെയ്യുന്ന സുവർണരേഖ നദിയാണ്. സുവർണരേഖ ജമ്മു കാശ്മീരിലെ. ബഗ്ലിഹാർ നമ്മൾ നേരത്തെ പറഞ്ഞിടാ. ബഗ്ലിഹാർ ചിനാബ് ജമ്മു കാശ്മീരിലാണ്. ബഗ്ലിഹാറും കിഷൻഗംഗയും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഡിസ്പ്യൂട്ടിലുള്ള ഒരു ജലവൈദ്യുത പദ്ധതിയാണ് ഈ ജമ്മു കാശ്മീരിലെ കിഷൻഗംഗയും അതുപോലെ നമ്മുടെ ചിനാബ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന ബഗ്ലിഹാർ ഡാം. ഇത് രണ്ടും. ദുർവ എന്ന് പറയുന്ന സുവർണരേഖ ജാർഖണ്ഡ്. ഓക്കെ. എടാ റിഹാന്ത് വാലി പദ്ധതി ഉണ്ട്. അത് ഓർത്തോളണം. റിഹാന്ത് വാലി പദ്ധതി എന്ന് പറയുന്നത് നമ്മളെ റിഹാന്ത് എന്ന് പറയുന്നത് സോൺ നദിയുടെ ഒരു പോഷക നദിയാണ്. നമ്മുടെ റിഹാന്ത് നദി എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ് ഈ റിഹാന്ത് വാലി പ്രോജക്റ്റ് പ്രധാനമായിട്ടും നിർമ്മിച്ചിരിക്കുന്നത്. റിഹാന്ത് വാലി പദ്ധതിയുടെ രൂപം കൊണ്ട ഒരു തടാകമാണ് നമ്മുടെ ഗോവിന്ദ വല്ലഭ പന്ത് സാഗർ. ആർട്ടിഫിഷ്യൽ ലേക്ക് നമ്മൾ പറയും, ഇന്ത്യയിലെ ഏറ്റവും വലുത്. അതെന്ന് പറയുന്നത് ഇർഹാന്ത് നദിയുടെ റിഹാന്ത് ഡാമുമായിട്ട് ബന്ധപ്പെട്ട് നിർമ്മാണത്തിലുണ്ടായ ഒരു തടാകമാണ്. ഓക്കെ. അപ്പോൾ സോൺ നദിയുടെ പോഷക നദിയാണ് റിഹാന്ത്. അത് ഓർത്തോളണം. ഉത്തർപ്രദേശിലാണ് ഈ റിഹാന്ത് വാലി പദ്ധതിയും സ്ഥിതി ചെയ്യുന്നത്.
അതായത് വെള്ളപ്പൊക്കം തടയാനും അതുപോലെ തന്നെ വൈദ്യുതി ഉൽപാദനത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് റിഹാന്ത് വാലി പദ്ധതി നമ്മൾ തുടങ്ങിയത്. ഓക്കെ, എടാ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ഏതാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ഏതാണ്? ദാമോദർ നദീതട പദ്ധതി. എന്നാണ് ദാമോദർ നദീതട പദ്ധതി നിലവിൽ വന്നത്? 1948 ജൂലൈ 7. അതെ, 1948 ജൂലൈ 7-നാണ് ദാമോദർ നദീതട പദ്ധതി നിലവിൽ വന്നത്. ഓക്കെ, ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് ദാമോദർ നദി കൊണ്ട് ഗുണം ലഭിക്കുന്നത്? രാജസ്ഥാൻ, പഞ്ചാബ്. അല്ലടാ, ജാർഖണ്ഡ് ആണ് വരുന്നത്. ജാർഖണ്ഡും പശ്ചിമ ബംഗാളിലും ഒക്കെയാണ് വരുന്നത്. ഓക്കെ, ദാമോദർ ഇപ്പുറത്തെ സൈഡാടാ, അപ്പുറത്തെ സൈഡല്ല, ഈസ്റ്റേൺ സൈഡിലാണ് വരുന്നത്. ഓക്കെ, ദാമോദർ നദി അതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ജാർഖണ്ഡും പശ്ചിമ ബംഗാളുമാണ്. എടാ, ദാമോദർ നദി ഏത് സംസ്ഥാനത്തിന്റെ ദുഃഖമാണ്? നമ്മൾ പഠിച്ചതാ, ഏത് സംസ്ഥാനത്തിന്റെ ദുഃഖമാണ്? ബംഗാളിന്റെ ദുഃഖമാണ് ദാമോദർ. എടാ, ബംഗാളിന്റെ ദുഃഖം എന്ന് പറയുമ്പോൾ എന്താണ്? ബംഗാളിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന നദിയാണ് നമ്മുടെ ദാമോദർ നദി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വൈദ്യുത ഉൽപാദനം, അതുപോലെ ടൂറിസവും അതുപോലെ ജലസേചനവും ഇവയെല്ലാം ഒന്നിച്ച് രൂപം കൊണ്ട പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. അതാണ് ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി എന്ന് നമ്മൾ ദാമോദർ നദീതട പദ്ധതിയെ വിശേഷിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, USA ടെന്നീസ് വാലി അതോറിറ്റിയുടെ മാതൃകയിലാണ് നമ്മൾ എന്തുണ്ടാക്കിയത്? ഈ ദാമോദർ നദീതട പദ്ധതി സൃഷ്ടിച്ചത്. ഹൂഗ്ലി നദിയുടെ പോഷക നദിയാണ് ദാമോദർ നദി എന്ന് പറയുന്നത്. ഹൂഗ്ലി നദി ഏത് നദിയുടെ ഡിസ്ട്രിബ്യൂട്ടറി ആണെന്ന് ചോദിച്ചാൽ ഗംഗാ നദിയുടെ ഡിസ്ട്രിബ്യൂട്ടറിയാണ് ഹൂഗ്ലി നദി. ഹൂഗ്ലി നദിയുടെ പോഷക നദിയാണ് ദാമോദർ നദി. ഓക്കെ, ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് ചോദിച്ചാൽ ജാർഖണ്ഡും പശ്ചിമ ബംഗാളുമാണ്. ജാർഖണ്ഡും പശ്ചിമ ബംഗാളും. ഓക്കെ, എടാ, ഈ ദാമോദർ നദീതട പദ്ധതി എന്ന് പറയുമ്പോൾ അതിനകത്ത് സത്യം പറഞ്ഞാൽ ഒരുപാട് ഡാമുകൾ വരും. അതാണ് ഈ വിവിധോദ്ദേശ പദ്ധതിയിൽ മെയിനായിട്ടും രൂപം കൊള്ളുന്നത്. ഒറ്റ ഡാം കൊണ്ടുള്ള വർക്ക് തീരില്ല. നമുക്ക് ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരുപാട് അണക്കെട്ടുകൾ ചിലപ്പോൾ നിർമ്മിക്കേണ്ടി വരും, ആ ഒരുപാട് പർപ്പസസിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ദാമോദർ നദീതട പദ്ധതിക്കും അങ്ങനെ ഒരുപാട് അണക്കെട്ടുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതായത് മേത്തനെന്നും അതുപോലെ ഇത് ദുർഗാപൂർ ബാരേജും അങ്ങനെ ഒരുപാട് പേരില് ചെറിയ 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 അണക്കെട്ടുകൾ ഇതിനകത്ത് നിർമ്മിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു കാര്യം കൂടെ ഓർത്തോളണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ദാമോദർ നദീതട പദ്ധതിയോട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ്. ഒന്നുകൂടെ പറയാം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി എന്ന് പറയുന്നത്. 1948 ജൂലൈ 7-നാണ് വന്നത്. ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ജാർഖണ്ഡും പശ്ചിമ ബംഗാളുമാണ്. ബംഗാളിന്റെ ദുഃഖം എന്നാണ് ദാമോദർ അറിയപ്പെടുന്നത്. സോ ബംഗാളിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും വൈദ്യുത ഉൽപാദനത്തിനും ജലസേചനം പദ്ധതിക്കൊക്കെ വേണ്ടിയിട്ടാണ് ദാമോദർ നദീതട പദ്ധതി മെയിനായിട്ട് ഫോക്കസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തോളുക. ഫക്രാനങ്കൽ പദ്ധതിയെക്കുറിച്ച് നമ്മൾ അന്ന് നദി പഠിച്ച സമയത്ത് പറഞ്ഞു. അതുപോലെ ഹീരാക്കുഡിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു. ഹീരാക്കുഡിന്റെ 4.8 കിലോമീറ്റർ നീളമുള്ള കാര്യവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർദാർ സരോവർ പദ്ധതിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എടാ, ചമ്പൽ നദി എന്ന് പറയുന്നത് ചമ്പൽ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജലവൈദ്യുത പദ്ധതിയുണ്ട്. ചമ്പൽ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരെണ്ണം നമ്മൾ പറഞ്ഞു ഗാന്ധി സാഗർ ഡാം, മറ്റൊന്നാണ് ജവഹർ സാഗർ ഡാം ചമ്പൽ നദിയിലാണ്, രാജസ്ഥാനിലാണ്. ജവഹർ സാഗർ ഡാം ചമ്പല് രാജസ്ഥാനില്. ഓക്കെ, എടാ, ചമ്പലും ഒരു വാലി പ്രോജക്റ്റ് ഉണ്ട്, ചമ്പൽ വാലി പ്രോജക്റ്റ്. അതായത് രാജസ്ഥാനും മധ്യപ്രദേശും സംയുക്തമായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ചമ്പൽ വാലി പ്രോജക്റ്റ്. ഓക്കെ, രാജസ്ഥാനും മധ്യപ്രദേശും കൂടെ സംയുക്തമായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ചമ്പൽ വാലി പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതും വൈദ്യുതി ഉൽപാദനവും ജലസേചന യോഗ്യമാക്കുക, അതിൻ്റെയൊക്കെ ലക്ഷ്യം മുന്നിൽ കണ്ട് നിർമ്മിച്ചതാണ് ഈ ചമ്പൽ വാലി പ്രോജക്റ്റ്. രാജസ്ഥാനും മധ്യപ്രദേശും. അതിൽ വരുന്ന ഡാമുകളാണ് റാണ പ്രതാപ് സാഗർ ഡാമും ജവഹർ സാഗർ ഡാമും ഒക്കെ. ഓക്കെ, എടാ, കോസി പദ്ധതി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാ? കോസി പദ്ധതി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാ? ബീഹാർ, ഇന്ത്യയും നേപ്പാളും. എടാ, കോസി എന്ന് പറയുന്നതും ബീഹാറിന്റെ ദുഃഖമാണ് കോസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബീഹാറിലെ വെള്ളപ്പൊക്കമൊക്കെ തടയാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത പദ്ധതിയാണ് കോസി പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ,
അല്ല കോസി പദ്ധതി അല്ല കോസി പദ്ധതിയോട് പിന്നെ ഓർക്കാനുള്ള ഒരു കാര്യം ഇതാണ്. നമ്മുടെ ഈ ഒരു കോസി പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു അണക്കെട്ടൊക്കെ നിർമ്മിക്കുന്നുണ്ട്. ഈ അണക്കെട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ നേപ്പാളാണ്. നേപ്പാൾ. PSC ചോദിച്ചിട്ടുള്ളത് ഇന്ത്യയും നേപ്പാളും സംയുക്തമായി ആരംഭിച്ച പദ്ധതി ഏതെന്നാണ് PSCയുടെ ചോദ്യം എന്ന് പറയുന്നത്. അത് കോസി പദ്ധതിയാണ്. കോസി പദ്ധതി. ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹരി. തെഹരിയാണ്. തെഹരി ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലെ ഭഗീരഥി നദിയിലാണ്. ഉത്തരാഖണ്ഡിലെ ഭഗീരഥി നദിയിലാണ് തെഹരി അണക്കെട്ട്. തെഹരി അണക്കെട്ട്. ഓക്കെ, തെഹരി അണക്കെട്ട്. ഓക്കെ ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ, എടാ ഒരെണ്ണം കൂടെ ഓർത്ത് വെച്ചോ. കാർഗിലുള്ളതാണ് കാർഗില്. ചുതക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ്. ചുതക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് ഏത് നദിയുടെ ആണെന്ന് ചോദിച്ചാൽ സുരു നദിയിലാണ്. സുരു നദി. കാർഗിലാണ് ചുതക് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. സുരു നദിയിൽ. കാർഗിലിലെ ചുതക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് നദീതീരം ചോദിച്ചാൽ സുരു ആണ്. സുരു. എടാ പൈത്താൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്താണ്? പൈത്താൻ. അതെ തന്നെ, മഹാരാഷ്ട്ര. പൈത്താൻ മഹാരാഷ്ട്രയാണ്. പൈത്താന്റെ മറ്റൊരു പേര് കൂടെ ഉണ്ട്, അറിയാമോ? ജയ്ക്വാഡി. ഇപ്പൊ ജയ്ക്വാഡി എന്ന് അറിയപ്പെടില്ല, പൈത്താൻ എന്നാണ് അറിയപ്പെടുന്നത്. ജപ്പാന്റെ സഹായത്തോടെ നിർമ്മിക്കുന്നതാണ്. ഓക്കെ, ഏത് നദിയാണ് പൈത്താൻ? ഗോദാവരിയാണ്. ഗോദാവരി. പൈത്താൻ ഏത് നദിയാണെന്ന് ചോദിച്ചാൽ ഗോദാവരിയാണ്. ഗോദാവരി. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ എടാ, അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. കാരണം ഇതിനകത്ത് ഇത് ഏത് സംസ്ഥാനം, ഏത് നദി, ഇതൊക്കെയാണ് ഇതിൽ കൂടുതലും ചോദിക്കാനുള്ള സാധ്യത കൂടുതൽ. ഓക്കെ ഓക്കെ എടാ, ഇനി നമ്മൾ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതിയാണ് നോക്കാൻ പോകുന്നത്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി. ഓക്കെ എടാ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏതിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ജലവൈദ്യുതിയിൽ നിന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അതായത് കേരളത്തിന്റെ വൈദ്യുതി ഉൽപ്പാദനത്തിൽ 69% വരുന്നതും ഏതിൽ നിന്നാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജലവൈദ്യുതി വഴിയാണ് ലഭിക്കുന്നത്. ഓക്കെ, ജലവൈദ്യുതി വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തുകൊള്ളുക. ഓക്കെ, അതുപോലെ നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. 1957 മാർച്ച് 31 നിലവിൽ വന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതീകരിച്ച നഗരം ഏതാണ്? കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം ഏതാണ്? തിരുവനന്തപുരം. വർഷം ഓർമ്മയുണ്ടോ? വർഷം 1929. എടാ, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യത്തെ ജില്ല ഏതാണ്? കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യം പാലക്കാട് ജില്ല. വർഷം ഓർമ്മയുണ്ടോ? വർഷവും ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. 2010 2010 ഫെബ്രുവരി 16. 2010 ഫെബ്രുവരി 16. ഓക്കെ, 2010 ഫെബ്രുവരി 16 ഇന്ത്യയിലെ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യത്തെ ജില്ല ചോദിച്ചാൽ പാലക്കാടാണ്. പാലക്കാട്. എടാ, കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട്? ഇടുക്കി. പള്ളിവാസൽ. എടാ, കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട്? മലമ്പുഴ. ഏത് ജില്ലയിലാണ്? പാലക്കാടാണ്. പാലക്കാട്. ഇടുക്കിയല്ല, പറഞ്ഞുതരാം. ഓരോന്നിനും പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞ ഓരോ ഉത്തരങ്ങൾക്കും ഓരോ മറ്റു ചോദ്യങ്ങളുണ്ട്. അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ കിട്ടും. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ചോദിച്ചാൽ മലമ്പുഴയാണ്. മലമ്പുഴ പാലക്കാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ചോദിച്ചാൽ മലമ്പുഴ പാലക്കാടാണ്. പാലക്കാട്. എടാ, കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട്? മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ. അത് അണക്കെട്ടാണ്. പള്ളിവാസൽ ഞാൻ പറഞ്ഞുതരാം. അത് പള്ളിവാസൽ ചോദ്യമുണ്ട്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് മുല്ലപ്പെരിയാറാണ്. മുല്ലപ്പെരിയാർ. എടോ, മുല്ലപ്പെരിയാർ എന്നാ കൺസ്ട്രക്ഷൻ തുടങ്ങിയത്? 1895. അത് കൺസ്ട്രക്ഷൻ തീർന്നതാടാ. കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് 87 95 തീരുന്നത്. ഓക്കെ, എടാ, നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഏത് സംസ്ഥാനമായിട്ടാണ് ഡിസ്പ്യൂട്ടിലുള്ളത്?
തമിഴ്നാട്. 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 എടാ തമിഴ്നാട്ടില് ഈ വെള്ളം പോകുമ്പോഴേക്കും അത് ഏത് ഡാമിലാണ് തമിഴ്നാട് കളക്ട് ചെയ്യുന്നത്? ഈ മുല്ലപ്പെരിയാറിലുള്ള വെള്ളം അവരത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഡാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാണ്? വൈകിയാണ്. വൈഗ. ഓക്കെ. എടാ നമ്മളപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നോക്കി, കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് നോക്കി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണ് കൊണ്ടുള്ള അണക്കെട്ട് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണ് കൊണ്ടുള്ള അണക്കെട്ട് ബാണാസുര സാഗർ. ബാണാസുര സാഗർ ഏത് നദിയിലാണ്? സുരസാഗർ. ഏത് നദിയിലാടാ ബാണാസുര സാഗർ? ബനി. കർണാടക. വയനാട്. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാം മാട്ടുപ്പെട്ടിയാണ്. കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാം ചോദിച്ചാൽ മാട്ടുപ്പെട്ടിയാണ്. കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാം ചോദിച്ചാൽ മാട്ടുപ്പെട്ടി. എടാ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? പള്ളിവാസൽ. എടാ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. ഓക്കെ. എടാ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാ? കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലസേചന പദ്ധതി തെന്മലയാണ്. രണ്ടാമത്തെ ജലസേചന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ തെന്മലയാണ്. തെന്മല. ഓക്കെ. എത്ര ഓക്കെ അല്ലേ? എടാ നമ്മുടെ കേരളത്തില് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പെരിയാറിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പെരിയാറിൽ. ഓക്കെ. എടാ കേരളത്തില് ആദ്യമായിട്ട് വൈദ്യുത ഉൽപാദനം നടത്തിയത് കണ്ണൻ ദേവൻ കമ്പനിയാണ്. 1900 ആദ്യമായിട്ട് വൈദ്യുത ഉൽപാദനം ആരംഭിക്കുന്നത്. ഓക്കെ. കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുത ഉൽപാദനം നടത്തിയത് 1900 കണ്ണൻ ദേവൻ കമ്പനി. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. നിങ്ങളുടെ ഉത്തരത്തിനുള്ള ചോദ്യമാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ പള്ളിവാസലാണ്. 1940 ഇടുക്കിയാണ്. 1940 ഇടുക്കി. ഓക്കെ. എടാ പള്ളിവാസൽ നദി ഏത് നദിയിലാണ്? പള്ളിവാസൽ ഡാം സ്ഥിതി ചെയ്യുന്നത്, ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മുതിരപ്പുഴയാണ്. മുതിരപ്പുഴ. ഓക്കെ. മുതിരപ്പുഴയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. പള്ളിവാസലില് ഒരു സ്വകാര്യ ആവശ്യത്തിനായിട്ട് ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനിയാണ് നമ്മുടെ കണ്ണൻ ദേവൻ കമ്പനി എന്ന് പറയുന്നത്. പക്ഷെ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി വരുന്നത് 1940 അപ്പൊ അത് തിരിഞ്ഞു പോകരുത്. മറ്റേത് കണ്ണൻ ദേവനാണ് 1900 അതും പള്ളിവാസലിൽ തന്നെയാണ്. എന്നാൽ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി വരുന്നത് 1940 ഓക്കെ. ആരുടെ ഭരണകാലത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയിലെ പ്രൊഡക്ഷൻ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ചിത്തിര തിരുനാളിന്റെയാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്തിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കുന്നത്. ഓക്കെ. എടാ അടുത്ത പദ്ധതിയാണ് ചെങ്കുളം പദ്ധതി. ഓക്കെ. രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം പദ്ധതി. ചെങ്കുളം വന്ന വർഷം ഓർമ്മയുണ്ടോ? ചെങ്കുളം 1954 ചെങ്കുളം എവിടെയാണ്? 1954 ചെങ്കുളം വന്ന വർഷം 1954. എടാ അത് നമ്മുടെ ഈ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് ഉപഭോഗം കഴിഞ്ഞു വരുന്ന ജലവും അതുപോലെ തന്നെ നമ്മുടെ ഈ മുതിരപ്പുഴയിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റാണ് നമ്മുടെ ഈ ചെങ്കുളം ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. പള്ളിവാസലിൽ ഉപയോഗം കഴിഞ്ഞു വരുന്ന ജലവും അതുപോലെ തന്നെ മുതിരപ്പുഴയിൽ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ചെങ്കുളം ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ചെങ്കുളവും പെരിയാറിന്റെ പോഷക നദിയായിട്ടുള്ള മുതിരപ്പുഴയിൽ തന്നെയാണ്. അപ്പൊ അത് മറന്നു പോകരുത്. ഓക്കെ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത്? വർഷം?
ഇടുക്കി 1975 1975 ഒക്ടോബർ 4 ഇടുക്കി ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇടുക്കി ഡാമിൽ നിന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ വർഷം ചോദിച്ചാൽ 1976 1976 ഫെബ്രുവരി 12 ഫെബ്രുവരി 12. എടാ, ഇടുക്കി ജലവിദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡയാണ്. കാനഡ 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 എടാ, ഇടുക്കി ജലവിദ്യുത പദ്ധതിക്കകത്ത് 3 അണക്കെട്ടുകളുണ്ട്. അങ്ങനെയാണ് ഇടുക്കി ജലവിദ്യുത പദ്ധതി വലുതാകുന്നത്. ഒറ്റയ്ക്ക് നിന്നാൽ ഇടുക്കി ചെറുതാണ്. ഇടുക്കി ഡാമും ചെറുതോണി ഡാമും കുളമാവും ഇവ 3ഉം കൂടെ ചേരുമ്പോഴാണ് ഇടുക്കി ഡാം വലിയൊരു പദ്ധതിയായിട്ട് മാറുന്നത്. അല്ലാത്തപ്പോൾ അതെന്താണ്? ഒറ്റയ്ക്ക് നിന്നാൽ അത് ചെറുതാണ്. ഓക്കെ, അപ്പോൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഓർത്തോളണം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ചോദിച്ചാൽ കാനഡയാണ്. കാനഡ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്നാണ് പ്രവർത്തനം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1976 പ്രവർത്തനം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഓക്കെ, 1976 ഫെബ്രുവരി 12 ഇന്ദിരാഗാന്ധി ഇത് കമ്മീഷൻ ചെയ്തത്. അങ്ങനെയാണ് ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇടുക്കി ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ വർഷം എടുത്തു ചോദിച്ചാൽ അത് 75 1975 ഒക്ടോബറിലാണ്, ഒക്ടോബർ 4. ഓക്കെ, 780 മെഗാവാട്ടാണ് ഇടുക്കി ജലവിദ്യുത പദ്ധതിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. 780 മെഗാവാട്ട്. ഇടുക്കി ഡാമും ചെറുതോണി ഡാമും കുളമാവ് ഈ 3 അണക്കെട്ടുകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഇടുക്കി ജലവിദ്യുത പദ്ധതിയായിട്ട് മാറുന്നത്. എന്നാൽ ഇടുക്കി ജലവിദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മൂലമറ്റത്താണ്. ഇടുക്കി ജലവിദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ ഭൂഗർഭ ജലവൈദ്യുത നിലയമാണ് ഈ മൂലമറ്റം. അതെവിടെയാണെന്ന് ചോദിച്ചാൽ ഇടുക്കിയിലാണ്. അപ്പം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മൂലമറ്റമാണ്. ഭൂഗർഭ ജലവൈദ്യുത നിലയത്തിന് ഉദാഹരണമാണ് മൂലമറ്റം ജലവൈദ്യുത നിലയം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും നമ്മുടെ ഇടുക്കിയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ. എടാ, മലബാർ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മലബാർ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റിയാടിയാണ്. 1972 കോഴിക്കോടാണ് വരുന്നത്. മലബാർ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ കുറ്റിയാടി കോഴിക്കോടാണ്. ഓക്കെ. എടാ, ചൈനയുടെ സഹായത്തോടെ നമ്മുടെ കോഴിക്കോട് നിർമ്മിച്ച ഒരു ചെറുകിട ജലവൈദ്യുത പദ്ധതിയുണ്ട്. ഉറുമി പദ്ധതി 1ഉം ഉറുമി പദ്ധതി 2ഉം. ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണെന്ന് വെച്ചാൽ ചൈനയുടെ സഹായത്തോടെ. ഓക്കെ, ഇരുവഴിഞ്ഞിപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് സ്ഥിതി ചെയ്യുന്നത്? ഉറുമി പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണെന്ന് വെച്ചാൽ ചാലക്കുടി പുഴയാണ്. ചാലക്കുടി പുഴയിലാണ് പെരിങ്ങൽകുത്ത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. എടാ, കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത നിലയം ഏതാണ്? രണ്ടാമത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത നിലയം? കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത നിലയം ശബരിഗിരിയാണ്. ശബരിഗിരി എവിടെയാണ്? ഏത് ജില്ലയിലാണ് ശബരിഗിരി? പത്തനംതിട്ട. ഏത് നദിയിലാണ് ശബരിഗിരി? പമ്പ. ഓക്കെ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത നിലയമാണ് ശബരിഗിരി. 1966 ശബരിഗിരി വരുന്നത്. നദി ചോദിച്ചാൽ പമ്പ. ഓക്കെ. എടാ, നമ്മുടെ കല്ലട ജലസേചന പദ്ധതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ് കല്ലട എന്ന് പറയുന്നത്. ആ ഇറിഗേഷൻ പ്രോജക്റ്റിൽ നമ്മളൊരു ജലവൈദ്യുത പദ്ധതി കൂടെ 94 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കല്ലട ജലവൈദ്യുത പദ്ധതി എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കല്ലടയിൽ തന്നെയാണ് കല്ലട ജലവൈദ്യുത പദ്ധതി, കൊല്ലത്ത്. ഓക്കെ. പേപ്പാറ ഒരു ചെറിയ ജലവൈദ്യുത പദ്ധതിയുണ്ട്. അതും 1996 ആരംഭിക്കുന്നതാണ്. ഓക്കെ. അതുപോലെ നമ്മുടെ പെരിയാറിൽ മറ്റൊരെണ്ണം ഉണ്ട്. ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്ന നേരിമംഗലം ജലവൈദ്യുത പദ്ധതി. അതും ഇടുക്കിയിലാണ്, അടിമാലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. നേരിമംഗലം ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ ഇടുക്കി അടിമാലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് നദി? പെരിയാർ. ഓക്കെ. പിന്നെ പഴശ്ശിസാഗർ ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? പഴശ്ശിരാജയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളത് പഴശ്ശി ഡാം കണ്ണൂര്. ഏത് നദിയിലാണ്? വളപട്ടണം. ഓക്കെ, അതത്ര ഓർത്തോളണം. വളപട്ടണം.
ഇനി നമുക്ക് കുറച്ച് സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾ നോക്കാനുണ്ട്. സ്വകാര്യ. കേരളത്തിൽ സ്വന്തമായിട്ട് വൈദ്യുത ഉൽപാദനം നടത്തിയ ആദ്യ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ സ്വന്തമായിട്ട് വൈദ്യുത ഉൽപാദനം നടത്തിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് മാങ്കുളമാണ്. മാങ്കുളം. തിരിഞ്ഞു പോകരുത്. ഇതിനകത്തൊരു 4 സാധനങ്ങളാണുള്ളത്. അത് നിങ്ങൾ ചിലപ്പോൾ തിരിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്ത് വെച്ചോളണം. കേരളത്തിൽ സ്വന്തമായിട്ട് വൈദ്യുത ഉൽപാദനം നടത്തുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് മാങ്കുളമാണ്. ഇടുക്കി. മാങ്കുളം ഇടുക്കിയാണ്. മാങ്കുളം ഇടുക്കിയാണ്. ഓക്കെ. കേരളത്തിൽ സ്വന്തമായിട്ട് വൈദ്യുത ഉൽപാദനം നടത്തുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം ഇടുക്കിയാണ്. എന്നാൽ കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ മീൻവല്ലമാണ്. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ, അതായത് പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി. നമ്മുടെ ഷാഹിദ പറഞ്ഞു, ശരി തന്നെയാണ്. നമ്മുടെ പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ മീൻവല്ലം എന്ന് പറയുന്നത്. ഓക്കെ. അതായത് സ്വന്തമായി ഒരു മിനി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത്. കേരളത്തിലെ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ അത് മീൻവല്ലമാണ്. ഓക്കെ. മീൻവല്ലം. അപ്പോഴാണ് അടുത്തൊരു ചോദ്യം വരുന്നത്. ഓക്കെ. കേരളത്തിലെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മണിയാറും കൂത്തങ്കലുമാണ്. മണിയാറ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാറ്. ഓക്കെ. ആദ്യം നമ്മൾ മണി കെട്ടും. ഓക്കെ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ എന്ന് പറയുന്നത്. ജില്ല ചോദിച്ചാൽ പത്തനംതിട്ട. എന്നാൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ കൂത്തുങ്കലാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കൂത്തുങ്കൽ. ഓക്കെ. ഒന്നുകൂടെ പറയാം. കേരളത്തിൽ സ്വന്തമായി വൈദ്യുത ഉൽപാദനം നടത്തുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം. എന്നാൽ കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ മീൻവല്ലം. സ്വന്തമായിട്ട് ഒരു മിനി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത്. അതുപോലെ കേരളത്തിൽ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾക്ക് ഉദാഹരണമാണ് മണിയാറും കൂത്തുങ്കലും. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പത്തനംതിട്ടയിലെ മണിയാറ്. എന്നാൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് കൂത്തുങ്കലാണ്. കൂത്തുങ്കൽ. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? കേരളത്തിൽ ആദ്യമായിട്ട് എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിൽ ആദ്യമായിട്ട് എല്ലാ വീടുകളിലും വൈദ്യുതി കണ്ണാടി ഗ്രാമപഞ്ചായത്ത്. കണ്ണാടി. കൂത്തുങ്കൽ ഇടുക്കിയാണ്. ആതിര, കൂത്തുങ്കൽ ഇടുക്കിയാണ്. ഓക്കെ. കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? തൃശ്ശൂർ. ഓക്കെ. അതുപോലെ സമ്പൂർണമായിട്ട് വൈദ്യുതീകരിച്ച ഗ്രാമത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലം ഏതാണ്? വൈദ്യുതീകരിച്ച ഗ്രാമം മങ്കട. ആദ്യ നിയമസഭാ മണ്ഡലം മങ്കട. ഓക്കെ. ഇത്രയും ഓക്കെ അല്ലേ? ഈ ഒരു ഫിഗർ നിങ്ങൾ ശ്രദ്ധിച്ചോളണേ. ഇതിന് മങ്കട സമ്പൂർണമായിട്ട് വൈദ്യുതീകരിച്ച ഹലോ, കേൾക്കാമോ? സമ്പൂർണമായി വൈദ്യുതീകരിച്ച മണ്ഡലമാണ് മങ്കട എന്ന് പറയുന്ന മങ്കട. ഓക്കെ. മങ്കട സമ്പൂർണമായി വൈദ്യുതീകരിച്ച ആദ്യ നിയമസഭാ മണ്ഡലം. മലപ്പുറം. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ ശ്രദ്ധിച്ചോളണേ. ഇതിനകത്ത് ഞാൻ കുറച്ച് ഡാമുകളുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ. പള്ളിവാസൽ. പള്ളിവാസൽ ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ല. നദി ചോദിച്ചാൽ മുതിരപ്പുഴയാണ്. മുതിരപ്പുഴ. ആദ്യം 1940 വന്നതാണ് നമ്മുടെ പള്ളിവാസൽ എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്നത് നമ്മുടെ ചെങ്കുളമാണ്. ചെങ്കുളം വരുന്നത് ഇടുക്കിയിലാണ്.
ഓക്കെ, ചെങ്കുളവും ഇടുക്കിയിലാണ്. ചെങ്കുളം വരുന്നത് 1954-ലാണ്. 1954. അതുപോലെ മറ്റ് ഇതാണ് നേര്യമംഗലം. നേര്യമംഗലം എന്ന് പറയുന്നത് ഇടുക്കിയിലാണ്. പെരിയാർ നദിയിൽ തന്നെയാണ് നേര്യമംഗലം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ പന്നിയാർ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ തന്നെ പന്നിയാർ നദിയിലാണ് പന്നിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ കൂത്തുങ്കലും ഇടുക്കി പന്നിയാർ നദിയിലാണ്. കൂത്തുങ്കലും ഇടുക്കിയിൽ പന്നിയാറിലാണ്. പന്നിയാർ. ഇടമലയാർ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇടുക്കിയാണ്. ഇടമലയാർ നദിയിൽ തന്നെയാണ് ഇടമലയാർ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ലോവർ പെരിയാറും ഇടുക്കിയിലാണ്. അതായത് ഈ 8 സ്ഥാനവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ, ഇടുക്കി ജില്ലയിലാണ്. ഇതില് കൂത്തുങ്കലാണ് ഈ ഇത്രയും തന്നിരിക്കുന്നതിൽ അവസാനം വന്നത്. കൂത്തുങ്കൽ വന്നത് 2001-ലാണ്. പള്ളിവാസൽ 1940-ലാണ് വന്നത്. 1940-ലാണ് വന്നത്. കൂത്തുങ്കൽ വന്നത് 2001-ലാണ്. 2001. ഓക്കെ. എടാ, ഷോളയാർ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ ഷോളയാർ എവിടെയാണെന്ന് ചോദിച്ചാൽ പാലക്കാടാണ്. പാലക്കാട് ചാലക്കുടി പുഴയിലാണ് ഷോളയാർ സ്ഥിതി ചെയ്യുന്നത്. ഷിബു കേട്ടില്ല? ഷിബുമോൻ. ഓക്കെ, പാലക്കാട് ജില്ലയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഷോളയാർ സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലാണ് ഷോളയാർ സ്ഥിതി ചെയ്യുന്നത്. ഷോളയാർ ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ഷോളയാർ ഏത് നദിയിലാണ്? ചാലക്കുടി പുഴയിലാണ് ഷോളയാർ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, തൃശ്ശൂരുള്ളതാണ് പെരിങ്ങൽകുത്ത്. തൃശ്ശൂരുള്ളതാണ് പെരിങ്ങൽകുത്ത് എന്ന് പറയുന്നത്. 3ാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പെരിങ്ങൽകുത്ത്. 1957-ലാണ് പെരിങ്ങൽകുത്ത് വരുന്നത്. തൃശ്ശൂരാണ്. ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചാലക്കുടി പുഴ. കുറ്റിയാടി നമ്മൾ നേരത്തെ പറഞ്ഞു. കുറ്റിയാടി എന്ന് പറയുന്നത് എവിടെയാണ്? കോഴിക്കോടാണ് കുറ്റിയാടി പുഴ. മലബാറിൽ വന്ന ആദ്യത്തെയാണ്. 1972-ലാണ് വന്നത്. കുറ്റിയാടി പുഴയിലാണ് വന്നത്. കുറ്റിയാടി പുഴയിൽ. കൊല്ലത്തുള്ളത് കല്ലട ജലസേചന പദ്ധതി. കല്ലട വന്നത് നമ്മൾ പറഞ്ഞു 1994-ലാണ് കല്ലട വന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതുപോലെ പത്തനംതിട്ടയിലുള്ളതാണ് ശബരിഗിരി, മണിയാർ, കക്കാട് എന്ന് പറയുന്നത് സീതത്തോട് എന്ന് പറയുന്ന നദിയിലാണ്. കക്കാട് സ്ഥിതി ചെയ്യുന്നത്. 1999 വന്നതാണ് കക്കാട് എന്ന് പറയുന്നത്. കക്കാട്. ഓക്കെ, മണിയാർ എന്ന് പറയുന്നത് മണിയാർ എവിടെയാണെന്ന് ചോദിച്ചാൽ മണിയാറും എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ട പമ്പാ നദിയിലാണ് മണിയാർ സ്ഥിതി ചെയ്യുന്നത്. പമ്പാ നദി. 94 വന്നതാ മണിയാർ. ശബരിഗിരി എന്ന് പറയുന്നത് എവിടെയാണ്? ശബരിഗിരിയും നമ്മുടെ പത്തനംതിട്ടയിലാണ്. ശബരിഗിരി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ശബരിഗിരി പമ്പാ നദി തന്നെയാണ്. ഇത്രയും ഓക്കെ അല്ലേ? ഇതാർക്കും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. സാർ കക്കാട് എവിടെയാ പറഞ്ഞേ? ഇവിടെ കക്കാട് പത്തനംതിട്ട. കക്കാട്. നദി. സീതത്തോട്. ഇവിടെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഇതില്? ഒരു കാര്യം കൂടെ, നമ്മുടെ കേരളത്തിലെ ജലസേചന പദ്ധതികൾ നോക്കുമ്പോൾ കേരളത്തിൽ 18 അണക്കെട്ടുകളാണ് മെയിനായിട്ടും നമ്മൾ ഈ ജലസേചനത്തിന് വേണ്ടിയിട്ട്, ഇറിഗേഷൻ പർപ്പസസിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. അതായത് പാലക്കാട് ജില്ലയിലെ ഭാരതപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട ജലസേചന പദ്ധതികളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നെയ്യാർ സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്താണ്. കല്ലട കൊല്ലത്താണെന്നറിയാം. ഓക്കെ, പിന്നെ ഉള്ളതെല്ലാം പിന്നെ എഴുതിയിരിക്കുന്ന എല്ലാം സ്ഥിതി ചെയ്യുന്ന പാലക്കാടാണ്. ചാലക്കുടി ആയാലും പീച്ചി ആയാലും വാഴാനി ആയാലും പോത്തുണ്ടി ആയാലും മലമ്പുഴ, വാളയാർ, മീങ്കര, മംഗളം, ചീരക്കുഴി ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. കാരണം പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കൃഷിയുള്ളത്. ജലസേചന പദ്ധതി ഏറ്റവും കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഭാരതപ്പുഴ നദിയിലാണ് ഏറ്റവും കൂടുതൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൂടെ ഒന്ന് ഓർത്തു കൊള്ളുക. കേരളത്തില് തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട ജലസേചന പദ്ധതി നെയ്യാറാണ്. കൊല്ലത്ത് കല്ലടയാണ്. പാലക്കാടാണ് പിന്നെ ചാലക്കുടി, പീച്ചി, വാഴാനി, പോത്തുണ്ടി, മലമ്പുഴ, വാളയാറ്, മീങ്കര, മംഗലം, ചീരക്കുഴി ഇവയൊക്കെ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ കല്ലടയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. 2ാമത്തെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ തെന്മല എന്ന് പറയുന്നത്. 2ാമത്തെ ഏറ്റവും വലുത്. ഓക്കെ അല്ലേ?